നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. കേരളത്തിൽ വീണ്ടും നിലവിളക്ക് രാഷ്ട്രീയം കത്തുകയാണ്. പൊതുവേദികളിൽ നിലവിളക്ക് കൊളുത്തുന്നത് ഒരു സാംസ്കാരിക ചടങ്ങാണോ അതോ മറ്റൊരു മതത്തിന്റെ ആചാരത്തിൽ പങ്കാളിയാകുന്നതാണോ? വർഷങ്ങളായി ഈ ചർച്ച കേരളം കേൾക്കുന്നതാണ്. എന്നാൽ ഇത്തവണ നിലവിളക്ക് കൊളുത്തിയതിന്റെ പേരിൽ ഒരു MLA ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകേണ്ടി വരുമെന്ന മതശാസനയുടെ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. ഒരു റെസ്റ്റോറന്റിന്റെ ഉദ്ഘാടന ചടങ്ങിൽ നിലവിളക്ക് കൊളുത്തിയ ലീഗ് MLA ഫാത്തിമ തഹ്ലിയക്കെതിരെ ഇപ്പോൾ ചില ഇസ്ലാം മത പണ്ഡിതന്മാർ രംഗത്തിറങ്ങിയിരിക്കുന്നു. കേരളത്തിന്റെ സാംസ്കാരിക ജീവിതത്തിന്റെ ഭാഗമായ ഒരു ചടങ്ങിനെ പോലും മതത്തിന്റെ പേരിൽ വിമർശിക്കുന്നതും അതിൽ പങ്കെടുത്തവരെ വിശ്വാസത്തിൽ നിന്ന് പുറത്താക്കുമെന്ന് വരെ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നത് എന്ത് സന്ദേശമാണ് നൽകുന്നത്? ഇവിടെയാണ് വലിയ ചോദ്യം ഉയരുന്നത്. ഒരു ജനപ്രതിനിധി പൊതുവേദിയിൽ പങ്കെടുക്കുമ്പോൾ കേരളത്തിന്റെ സാമൂഹിക സംസ്കാരത്തോടാണോ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നത് അതോ മതാചാരത്തോടോ? നിലവിളക്ക് കൊളുത്തിയാൽ വിശ്വാസം നഷ്ടപ്പെടുമെങ്കിൽ വർഷങ്ങളായി സർക്കാർ പരിപാടികളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലുമെല്ലാം പങ്കെടുക്കുന്ന ആയിരക്കണക്കിന് മുസ്ലിങ്ങൾ എന്ത് വിശദീകരണം നൽകണം? മതസൗഹാർദ്ദത്തിന്റെ നാടാണെന്ന് പറയുമ്പോൾ സാംസ്കാരിക പ്രതീകങ്ങളോട് പോലും അസഹിഷ്ണുത കാണിക്കുന്ന ഇത്തരം നിലപാടുകൾ സമൂഹത്തെ കൂടുതൽ വിഭജിക്കുകയല്ലാതെ മറ്റെന്താണ് ചെയ്യുന്നത്? വിശ്വാസത്തെ സംരക്ഷിക്കുന്നതിന്റെ പേരിൽ വ്യക്തി സ്വാതന്ത്ര്യത്തിനും പൊതുസമൂഹത്തിന്റെ രീതികൾക്കും മേൽ മത പോലീസിംഗ് നടത്താനുള്ള അവകാശം ആർക്കാണ് നൽകിയിരിക്കുന്നത്? ഇന്ന് ചർച്ച ചെയ്യേണ്ടത് ഫാത്തിമ തഹ്ലിയ MLA നിലവിളക്ക് കൊളുത്തിയോ എന്നതല്ല, ഒരു ജനാധിപത്യ സമൂഹത്തിൽ മതപണ്ഡിതന്മാർക്ക് വ്യക്തികളുടെ വിശ്വാസത്തിനും പൊതുപ്രവർത്തനത്തിനും മേൽ വിധി പ്രസ്താവിക്കാനുള്ള അധികാരമുണ്ടോ എന്നതാണ്. തന്റെ മണ്ഡലമായ പേരാമ്പ്രയിൽ ഫാത്തിമ തഹ്ലിയ MLA ഒരു പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ നിലവിളക്ക് കൊളുത്തിയതിനെതിരെയാണ് സമസ്ത രംഗത്തെത്തിയത്. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷനും ഫാത്തിമ തഹ്ലിയക്കെതിരെ വിമർശനം ഉന്നയിച്ചിരുന്നു. അനിസ്ലാമിക ആചാരമാണ് ഇതെന്നും ഇത്തരം ആചാരങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നുമായിരുന്നു വിമർശകർ പറഞ്ഞിരുന്നത്. അത് മതപണ്ഡിതന്മാരാണ്. സമസ്തയുടെ മുഷാവറ തന്നെയാണ് ഇത്തരത്തിൽ ഒരു നിലപാടെടുത്തതും സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ പ്രതികരണങ്ങൾ നൽകിയതും. വിസ്ഡവും ഇതേ രീതിയിലുള്ള പ്രതികരണമാണ് നൽകിയത്. മറ്റ് മുസ്ലിം സംഘടനകളും ഈ രീതിയിലുള്ള വിമർശനം ഉന്നയിക്കുകയുണ്ടായി. ഇതിന്റെ ആവശ്യം ഇപ്പോഴുണ്ടോ? നിലവിളക്ക് കൊളുത്തുന്നത് എന്തിനാണ് ആചാരവിരുദ്ധമെന്ന് പറഞ്ഞ് ഇത്തരത്തിലുള്ള ശാസനകൾ പുറപ്പെടുവിക്കുന്നത്? പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുകയാണ്. ശ്രീ രാഹുൽ ഈശ്വർ, അഡ്വക്കേറ്റ് അനിൽ വിളയിൽ, ISM സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് അമീർ, ഡോക്ടർ ആരിഫ് ഹുസൈൻ, വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ പ്രതിനിധി ശ്രീ അബ്ദുൽ ഹമീദ് പറപ്പൂർ എന്നിവരാണ് പ്രൈം ഡിബേറ്റിൽ ചേരുന്നത്. ആദ്യം അഡ്വക്കേറ്റ് അനിൽ വിളയിൽ. ഇവിടെ സമസ്ത രംഗത്തെത്തിയിരുന്നു, വിസ്ഡം രംഗത്തെത്തിയിരുന്നു. പക്ഷേ എല്ലാവരുടെയും ഒരു പൊതുവായ ഒരു നിലപാട് എന്ന് പറയുന്നത് ഇത് പറയാതെ വയ്യ. മതപണ്ഡിതന്മാർക്ക് മതത്തെക്കുറിച്ചുള്ള നിലപാട് പറയാതെ വയ്യ. പക്ഷേ ഇത് പിന്തുടരണോ എന്നുള്ള കാര്യം വ്യക്തികൾക്ക് തീരുമാനിക്കാം എന്നുള്ളതും കൂടിയാണ്. അപ്പോൾ ഇതൊരു മതശാസന എന്ന് നമുക്ക് പറയാൻ കഴിയുമോ? തീർച്ചയായിട്ടും മതശാസന തന്നെയാണ്. കാരണം UDF ഭരണത്തിൽ എന്തൊക്കെ വരുന്നുണ്ടോ ആ കാലത്തൊക്കെ തന്നെ ഇത്തരത്തിലുള്ള വിലക്കുകൾ കൃത്യമായ രീതിയിൽ ഇസ്ലാമിക പണ്ഡിതന്മാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. ഇതിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഇതിനൊരു വേർതിരിവുണ്ട് എന്നുള്ളതാണ് ശരി. ചിലര് ചെയ്യുമ്പോൾ മാത്രം ഇസ്ലാമികവും മറ്റു ചിലർ ചെയ്യുമ്പോൾ അനിസ്ലാമികവുമായി മാറുന്നത് എങ്ങനെയാണ്? കേരളത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക സ്രോതസ്സിന്റെ ഉടമയായ MA യൂസഫ് അലി, ലുലു മാളിന്റെ ഉടമസ്ഥനായ യൂസഫ് അലി ധാരാളം ചടങ്ങുകളിൽ നിലവിളക്ക് കത്തിക്കാറുണ്ട്. യാതൊരു വിമർശനവും ഇവരാരും ഉന്നയിച്ചിട്ടില്ല. അതേപോലെ തന്നെ മമ്മൂട്ടി, കേരളത്തിലെ പ്രശസ്ത ചലച്ചിത്ര താരമാണ് മമ്മൂട്ടി. അദ്ദേഹം വിളക്ക് കത്തിച്ചാലും ആരും ഒന്നും പറയാറില്ല. ഇടതുമുന്നണി നേതാക്കന്മാരായ മുഹമ്മദ് റിയാസും റഹീമും KT ജലീലും വിളക്ക് കത്തിക്കുമ്പോൾ ഒന്നും പറയാറില്ല. ഇവിടെ വിളക്കല്ല പ്രശ്നം, ഫാത്തിമയാണ് പ്രശ്നം. വനിത കത്തിച്ചതാണ് പ്രശ്നമായിട്ട് വന്നിരിക്കുന്നത്. ലീഗിന്റെ തലതൊട്ടപ്പനായ CH മുഹമ്മദ് കോയ വിളക്ക് കത്തിക്കുന്ന ധാരാളം ചിത്രങ്ങൾ ഇന്ന് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ഇവരെ സംബന്ധിച്ചിടത്തോളം പല കാര്യങ്ങളും അനിസ്ലാമികമെന്ന് ഫത്വ പുറപ്പെടുവിച്ചിട്ടുള്ളവരാണ്. സ്ത്രീ വിദ്യാഭ്യാസം, ഫോട്ടോ എടുക്കല്, വീഡിയോ എടുക്കല്, മൊബൈൽ ഉപയോഗം, സിനിമ, ഇൻഷുറൻസ്, പലിശ എല്ലാം അനിസ്ലാമികമെന്ന് പ്രഖ്യാപിക്കുന്ന ഒരു വിഭാഗം പിന്നീട് ക്രമേണ ലയിച്ചു ചേരുന്ന ഒരു കാഴ്ചപ്പാട് കൂടെ നമ്മൾ കാണാറുണ്ട്. ഞാൻ ചോദിച്ചോട്ടെ, യൂസഫ് അലി ഈ ഭാരതത്തിലെ ഗവൺമെന്റ് ബാങ്കുകളിൽ നിന്ന് പലിശയ്ക്ക് പണമെടുത്തല്ലേ ബിസിനസ് ചെയ്യുന്നേ? അത് അനിസ്ലാമികമാണ്. യൂസഫ് അലി ഇനി യാതൊരു പൈസയും പലിശയ്ക്ക് എടുക്കരുത് എന്ന് ഫത്വ പുറപ്പെടുവിക്കാൻ ഇവർക്ക് സാധിക്കുമോ?
ഈ ജെഫ്രി മുത്തുക്കോയ തങ്ങള് അനിസ്ലാമികമെന്ന് പറഞ്ഞല്ലോ ഈ വിളക്ക് കത്തിക്കുന്നതിനെ സൂര്യാരാധനയെ പറ്റി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വീഡിയോയിൽ സൂര്യ ആരാധന അനിസ്ലാമികമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ കിടക്കുന്ന 10 രൂപയുടെ നോട്ട് ഒന്ന് നോക്കണം. ഏറ്റവും വലിയ സൂര്യക്ഷേത്രം, വെളിച്ചത്തിന്റെ ദേവനെന്ന് ഹിന്ദുക്കൾ വിശേഷിപ്പിക്കുന്ന കൊണാർക്ക് സൂര്യക്ഷേത്രത്തിന്റെ പടമുള്ള 10 രൂപ നോട്ട് പോക്കറ്റിൽ ഇട്ടുകൊണ്ടാണ് ഈ ജെഫ്രി മുത്തുക്കോയ തങ്ങള് ഈ ഫത്വ പുറപ്പെടുവിച്ചിരിക്കുന്നത്. അന്നേരം പണ്ഡിതന്മാരുടെ ഇടപെടലിനെ കുറിച്ച് അവർ തന്നെ നൽകുന്ന വിശദീകരണം അല്പസമയത്തിനകം മറ്റു ചില പ്രതിനിധികൾ കൂടി ചേരും. അവർ നൽകുന്ന പണ്ഡിതന്മാരുടെ ഇടപെടലും ചിലരുടെ അസ്വസ്ഥതയും എന്ന പേരിൽ അവർ തന്നെ നൽകുന്ന വിശദീകരണം ഇങ്ങനെയാണ്: പണ്ഡിതന്മാർ സംസാരിക്കുന്നത് ശരിയായ ഇസ്ലാമിക വിശ്വാസം കാത്തുസൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളോടാണ്. അതിനോട് വിയോജിക്കാൻ മറ്റുള്ളവർക്ക് അവകാശമുള്ളതുപോലെ തന്നെ അത് തുറന്നു പറയുവാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. അതിൽ മറ്റുള്ളവർ അസ്വസ്ഥരാകേണ്ട കാര്യമില്ല. നിലവിളക്ക് കൊളുത്താൻ പാടില്ല എന്നത് ഏതെങ്കിലും ഒരു പണ്ഡിതന്റെ ഒറ്റപ്പെട്ട അഭിപ്രായമല്ല. കേരളത്തിലെ ഒരു മുസ്ലിം സംഘടനയും നിലവിളക്ക് കൊളുത്തുന്നതിനെ ന്യായീകരിച്ച് രംഗത്ത് വരാത്തതും ഈ വിഷയത്തിന്റെ ഗൗരവമാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് യോജിക്കുന്നവർക്ക് യോജിക്കാം, വിയോജിക്കുന്നവർക്ക് വിയോജിക്കാം എന്നുള്ളതാണ് ഇത്തരം കാര്യങ്ങൾ. ഈ മുസ്ലിം ആചാരമല്ല, ഇസ്ലാം മതവിശ്വാസ പ്രകാരമുള്ള കാര്യമല്ല നിലവിളക്ക് കൊളുത്തൽ എന്ന് പറഞ്ഞുകൊണ്ട് മതപണ്ഡിതന്മാർ പറയുന്ന ഈ കാര്യമാണ്. യോജിക്കുന്നവർക്ക് യോജിക്കാം, വിയോജിക്കുന്നവർക്ക് വിയോജിക്കാം എന്നുള്ളതാണ് ശ്രീ അനിൽ പിള്ളയിൽ. അതായത് അടിച്ചേൽപ്പിക്കുന്നില്ല എന്നാണ്. കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള ഇസ്ലാമിക പള്ളി എന്ന് വിശേഷിപ്പിക്കാവുന്ന കൊടുങ്ങല്ലൂർ ചേരമാൻ പെരുമാൾ പള്ളിയിൽ വിളക്ക് കത്തിയിരിക്കുന്നില്ലേ? എല്ലാ ദിവസവും 24 മണിക്കൂറും വിളക്ക് കത്തിച്ചു വെച്ചിരിക്കുന്ന ഒരു പള്ളിയല്ലേ അത്? പൊന്നാനി പള്ളിയിൽ എന്തേ വിളക്ക് കത്തിക്കുന്നില്ലേ? എത്രയോ ഇസ്ലാമിക ആസ്ഥാന കെട്ടിടങ്ങളിൽ ഇപ്രകാരം വിളക്ക് കത്തിച്ചു വെച്ചിട്ടുണ്ട്. അത് അനിസ്ലാമികമല്ലേ? അതാദ്യം കത്തിച്ചു വെച്ചിരിക്കുന്ന വിളക്കുകൾ തല്ലിക്കെടുത്തതിന് ശേഷമല്ലേ ഇത് ചെയ്യേണ്ടത്? ഞാൻ മാന്നാർ സ്വദേശിയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നിലവിളക്കുകൾ കച്ചവടം ചെയ്യുന്ന സ്ഥലമാണ് മാന്നാർ എന്ന് പറയുന്ന ആലപ്പുഴ ജില്ലയുടെ സ്ഥലം. ആ പ്രദേശത്തുള്ള വിളക്ക് വിൽക്കുന്ന അല്ലെങ്കിൽ ഓട്ടുപാത്രങ്ങളും ഓട്ടുരുളികളും നിലവിളക്കുകളും വിൽക്കുന്ന മഹാഭൂരിപക്ഷം കടകളും ഇസ്ലാമിക വിശ്വാസികളുടെ തന്നെയാണ്. അവരവരുടെ കടയിലൊക്കെ വിളക്ക് കത്തിച്ചു വെക്കുന്നുണ്ട്. ഇതാണ് പ്രശ്നം, ഇരട്ടത്താപ്പാണ്. അവരെ സംബന്ധിച്ചിടത്തോളം 1400 വർഷങ്ങൾക്ക് മുമ്പ് രൂപം കൊണ്ട ഒരു ഇസ്ലാമിക സംസ്കാരം വീണ്ടും അതേപടി തന്നെ അനുശാസിക്കണമെന്ന് പറയുന്ന നടപടി ഒട്ടും ഭൂഷണമല്ല. ഈ ആധുനിക കാലത്ത് ഫോട്ടോ എടുക്കുന്ന ഹറാമാണെന്ന് പറയുന്നവര് അവരുടെ പോക്കറ്റിൽ കിടക്കുന്ന വിദേശത്തെ പാസ്പോർട്ടിനകത്ത് ഫോട്ടോ എടുത്തു വെച്ചിട്ടില്ലേ? അതുകൊണ്ടാണ് പറയുന്നത്. ഇതൊക്കെ കാലഘട്ടം ആവശ്യപ്പെടുന്ന മാറ്റങ്ങൾ, സ്വയം നവീകരണം എന്ന് പറയുന്ന പാതയിലേക്ക് തിരഞ്ഞെടുക്കാൻ ഇവർക്ക് സാധിക്കാതെ വരുന്നുണ്ട്. സ്മാർട്ട് സിറ്റി, കൊച്ചിയിലെ സ്മാർട്ട് സിറ്റി ഉദ്ഘാടനം ചെയ്തപ്പോൾ ദുബൈയിൽ നിന്ന് വന്ന ഒരു പ്രധാനപ്പെട്ട വനിത ബുർഖ ധരിച്ചുകൊണ്ട് നിലവിളക്ക് കെടുത്തി ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടല്ലോ. ഇതേ അവസ്ഥ തന്നെയാണ്. ഒരു കാര്യം കൂടെ പറയാം. കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് സമാനമായ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന വ്യക്തി അദ്ദേഹത്തിന് മന്ത്രി എന്ന രീതിയിൽ അനുവദിച്ചു കൊടുത്ത കെട്ടിടമുണ്ട്. ഏതായിരുന്നു ആ കെട്ടിടത്തിന്റെ പേര്? ഗംഗ എന്നായിരുന്നു. അതൊരു ഹിന്ദു നാമമായതുകൊണ്ട് അതും മാറ്റി ഗ്രേസ് എന്നാക്കിയതിനു ശേഷമാണ് ആ അബ്ദുൾ റബ്ബ് എന്ന് പറയുന്ന വിദ്യാഭ്യാസ മന്ത്രി ആ കെട്ടിടത്തിലേക്ക് താമസം തുടങ്ങിയത്. ഞാൻ ഇടപെടുകയാണ്. ഇപ്പോൾ വിസ്ഡത്തിന്റെ പ്രതിനിധി കൂടിയായ ശ്രീ അബ്ദുൾ ഹമീദ് പറപ്പൂറുണ്ട്. ശ്രീ അബ്ദുൾ ഹമീദ്, ഇപ്പോൾ ഫാത്തിമ തഹ്ലിയ നിലവിളക്ക് കൊളുത്തിയപ്പോൾ എന്താണ് ഇങ്ങനെ മതബോധം ഉയരുവാനുള്ള കാരണം? ഇവിടെ ശ്രീ അനിൽ പിള്ളയിൽ പറയുകയായിരുന്നു ഇത് ഇരട്ടത്താപ്പാണ്, ഇതൊരു മുസ്ലിം വനിത വേദിയിൽ കയറിയതിലുള്ള അസഹിഷ്ണുത കൂടിയാണെന്ന്. ഇത് ഒരു പുതിയ വിവാദമല്ല. നമുക്കറിയാം, ഇത് നമ്മളൊരു കേരളത്തിൻ്റെ തന്നെ ഒരു ചരിത്രത്തിൽ പല ഘട്ടങ്ങളിലും ആവർത്തിക്കപ്പെട്ടിട്ടുള്ളൊരു വിവാദമാണ്. അതിൽ ആദ്യമേ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കേരളത്തിൽ യഥാർത്ഥത്തിൽ ഈ ഒരു വിളക്ക് കൊളുത്തുന്ന ഒരു സംസ്കാരത്തെ അല്ലെങ്കിൽ ചടങ്ങിനെ മുസ്ലിങ്ങൾ മാത്രമല്ല എതിർത്തിട്ടുള്ളത്. EMS പോലെയുള്ള, നായനാരെ പോലെയുള്ളവർ അതിന് തയ്യാറായിട്ടില്ല. ഇന്നും ജീവിച്ചിരിക്കുന്ന G. സുധാകരൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ടൊരു വിവാദമുണ്ടായത് നമുക്കറിയാം. അപ്പം അതെല്ലാം തന്നെ നിലവിലുള്ള ഒരു സെക്യുലർ ആയിട്ടുള്ള സ്വഭാവത്തിന് അത് വിരുദ്ധമാണ് എന്നുള്ള കാഴ്ചപ്പാടിൽ നിന്നുണ്ടായിട്ടുള്ളതാണ്. ഇവിടെ യഥാർത്ഥത്തിൽ ഈ ഒരു വിളക്കിൻ്റെ വിവാദമേ അല്ല. നമ്മൾ ഇപ്പോൾ മുസ്ലിങ്ങൾ ഇവിടെ ഒരു റൂമിൽ ലേറ്റ് പോയപ്പോൾ അവിടെ സ്വിച്ച് ഇടാൻ പാടില്ല, അവിടെ ഇരുട്ടന്നെ വരട്ടെ എന്ന് പറഞ്ഞിരുന്നിട്ടൊന്നുമില്ല. ഇവിടെ നിലവിളക്ക് എന്നുള്ളത് യഥാർത്ഥത്തിൽ ഒരു കേവലം ഒരു രാജ്യത്ത് എല്ലാ മതസ്ഥരും ഒരുപോലെ അംഗീകരിക്കുന്ന, എല്ലാ മതസ്ഥരും ഒരുപോലെ സ്വീകരിക്കേണ്ട ഒരു സാംസ്കാരിക ചിഹ്നമാണ് എന്ന രൂപത്തിലാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ അതിന് വെറൊരു സംസ്കാരവുമായി മാത്രമേ ബന്ധമുള്ളൂ എന്നും പറഞ്ഞു വയ്ക്കാനുള്ളൊരു ശ്രമം ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇതൊരു സ്ത്രീ വിരുദ്ധമാണ് എന്ന് പറയുകയാണെങ്കിൽ ഇതിനു മുൻപ് മറ്റാരുമായിട്ട് വിവാദം ഉണ്ടാകരുത്. അദ്ദേഹം തന്നെ പറഞ്ഞു. അബ്ദുൾ റബ്ബ് നേരത്തെ
ഇതുമായി ബന്ധപ്പെട്ട് വിളക്ക് കൊളുത്താത്തതുമായി ബന്ധപ്പെട്ട് വിവാദം. അപ്പൊ അവിടെ ഒരിക്കലും അത് മുസ്ലിം ഒരു സ്ത്രീയുടെ വിഷയമൊന്നുമല്ല. അല്ല, മുസ്ലിം പള്ളികളിലെ കാര്യം ഇവിടെ പറഞ്ഞു അഡ്വക്കേറ്റ് അനിൽ വിളയിൽ പറഞ്ഞിരുന്നു ശ്രീ അബ്ദുൽ ഹമീദ്. നമ്മൾ ഒന്നാമതായി മനസ്സിലാക്കേണ്ടത് ഇവിടെ ഇതിനെ എതിർക്കുന്നവർ എന്ന് വെച്ചാൽ ഇപ്പോൾ നിലവിലുള്ള ഒരു സംഘടനയും, ഒരു ഇസ്ലാമിക സംഘടനയും ഇതിന് അനുകൂലമായിട്ടുള്ള ഒരു ഫത്വയും നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിന് ഒരു ഏകീകൃതമായിട്ടുള്ള സ്വഭാവമാണ് ഉള്ളത്. അത് നമ്മൾ ആദ്യമേ മനസ്സിലാക്കണം. രണ്ടാമത്തത്, ഇത് ആ രീതിയിൽ എതിർക്കുന്നതിൻ്റെ പിറകിലുള്ള ഒരു താല്പര്യം എന്താണ് എന്നുള്ളത് പൊതുവായി നമ്മളൊന്ന് മനസ്സിലാക്കണ്ടേ. ഒരു മതത്തിന് അല്ലെങ്കിൽ ഒരു മതവിഭാഗത്തിന് അത്തരത്തിൽ ഒരു നിലവിലുള്ള ഒരു ചടങ്ങ് ആദർശപരമായ കാര്യങ്ങൾ കൊണ്ട് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് വന്നാൽ അത് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത് ഒരു നിലയ്ക്കും പ്ലൂറലിസം അല്ലല്ലോ, അല്ലെങ്കിൽ സെക്യുലർ ആയിട്ടൊരു കോൺസെപ്റ്റിന്റെ അടിസ്ഥാനത്തിൽ ന്യായീകരിക്കാൻ പറ്റുന്നതല്ല. അതായത് താങ്കൾ ഇതിനെ ഭരണഘടനയുമായിട്ട് പോലും ബന്ധിപ്പിക്കുവാനുള്ള ശ്രമം നടത്തുകയാണെന്ന് തോന്നുന്നു. അതായത് തന്റെ വിശ്വാസത്തിൽപ്പെടുന്ന കാര്യമല്ലെങ്കിൽ അതിൽ നിന്ന് മാറി നിൽക്കുവാനുള്ള അവകാശവും ഉണ്ട് എന്ന രീതിയിൽ അല്ലേ? അല്ലാതെ ബഹുമാനപൂർവം അനുഭാവപൂർവം മനസ്സിലാക്കി ഒഴിവാക്കപ്പെട്ടതാണ് അത്. കാരണം ഇത് ചെയ്യാതിരുന്നുകൊണ്ട് നമ്മുടെ ഒരു രാഷ്ട്രത്തിനോ അല്ലെങ്കിൽ ഈ സമൂഹത്തിനോ വലിയ തോതിൽ എന്തോ അപകടം സംഭവിക്കും എന്ന രൂപത്തിലേക്ക് ഇത് കൊണ്ടുപോകേണ്ടതില്ല. കാരണം ഇവിടെ മുസ്ലിങ്ങളെ സംബന്ധിച്ചോളം അല്ലെങ്കിൽ ഒരു വിശ്വാസി എന്ന അർത്ഥത്തിൽ ഒരു മുസ്ലിമെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ പ്രകടമായി ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. അതൊന്നാമതായിട്ട് എല്ലാവർക്കും അറിയാം, മുസ്ലിങ്ങൾ ഏകദൈവ വിശ്വാസികളാണ്. അപ്പം നമ്മൾ ഐശ്വര്യം പ്രതീക്ഷിക്കുന്നത് അല്ലെങ്കിൽ ദിവ്യത്വം പ്രതീക്ഷിക്കുന്നത്, മറ്റു രീതിയിൽ അനുഗ്രഹങ്ങൾ പ്രതീക്ഷിക്കുന്നത്, ഇതെല്ലാം തന്നെ ഈ ഏകനായിട്ടുള്ള ദൈവത്തിൽ നിന്നാണ്. മറ്റ് ഒരു കാരണം, ഇപ്പം നമ്മൾ ഒരു ചരട് കെട്ടുകയാണെങ്കിൽ അതിൽ നിന്ന് ഒരാൾ ആ രീതിയിൽ അനുഗ്രഹം പ്രതീക്ഷിച്ചാൽ അതിനെയും നമ്മൾ എതിർക്കും. എന്തുകൊണ്ടാണ്? റിബൺ കട്ട് ചെയ്താൽ കുഴപ്പമുണ്ടോ? ഏകദൈവം ഒലിച്ചു പോവും? അല്ല, അതിൽ നിന്നൊരു ഐശ്വര്യം പ്രതീക്ഷിച്ചാൽ, അതിൽ നിന്ന് അനുഗ്രഹം പ്രതീക്ഷിച്ചാൽ, അതുകൊണ്ടൊരു ആപത്ത് തടയാമെന്ന് കരുതിയാൽ അത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം വിശ്വാസത്തിന് ഘടകവിരുദ്ധമായിട്ടുള്ള കാര്യമാണ്. കാരണം എല്ലാം നൽകുന്ന ഏകനായിട്ടുള്ള ദൈവം അതിന് അങ്ങനെ ഒരു നിദാനം വെച്ചിട്ടില്ല. പക്ഷേ ഈ പറയുന്ന ഇപ്പോൾ നമ്മൾ ഈ ഫാത്തിമ തഹ്ലിയയുടെ കാര്യം പറഞ്ഞാൽ അവരും യഥാർത്ഥത്തിൽ ഒരു ഇസ്ലാം മത വിശ്വാസി തന്നെയാണ്, ഇസ്ലാമിക മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന ഒരു വനിതയാണ്. അവർക്കും ഇക്കാര്യങ്ങൾ അവരെയും മതപണ്ഡിതന്മാർ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുള്ളതാണ്. പക്ഷേ അവരിപ്പോൾ ഈ പൊതുസമൂഹം ഏത് രീതിയിലാണോ ഇതിനെ കാണുന്നത്, ഒരു സാംസ്കാരിക പ്രതീകമായിട്ടാണ് നിലവിളക്ക് കൊളുത്തുന്നതിനെ കാണുന്നത്. അപ്പോൾ അതിനോട് ചേർന്ന് നിൽക്കുന്നു. അവർ ഒരു ജനപ്രതിനിധി കൂടിയാണ്. അല്ലാതെ അവർ അതായത് സമൂഹത്തിലെ എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവരുടെയും പ്രതിനിധിയാണ്. ഒരു വിഭാഗത്തിന് മാത്രം വോട്ട് കൊണ്ട് ജയിച്ച ആളുമല്ല. അങ്ങനെ ഒരാൾ ഇത് ചെയ്യുമ്പോൾ, അത് ശരിയല്ല എന്ന് പറയുമ്പോൾ, അത് നിങ്ങളാണ് അവിടെ ചെറുതായി പോകുന്നത്. അവിടെ ഈ സാംസ്കാരിക പ്രതീകം മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാര്യം അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നത് അല്ലാതെ കാരണം വിളക്ക് കൊളുത്തണം എന്ന് പറയുന്ന ആളുകളല്ലേ അടിച്ചേൽപ്പിക്കുന്നത്. അല്ല, ഇവിടെ ഫാത്തിമ തെഹ്ലിയ നിങ്ങളാണ് അടിച്ചേൽപ്പിക്കുന്നത്. കത്തിക്കരുത് എന്ന് പറയുന്നവർത്താണ് അടിച്ചേൽപ്പിക്കുന്നതിനോട് എതിർപ്പുള്ളവരുണ്ടാകും. മതവിശ്വാസികൾ എന്ന നിലയിൽ ഇത് മതമായിട്ട് ബന്ധമില്ലാത്തൊരു കാര്യമാണ്. മതമായിട്ട് ബന്ധമൊക്കെ ഉണ്ട്. അത് രാഹുൽ ഈശ്വർ പറയണ്ട. ഇത് മതമായിട്ട് എന്താണ് മതവുമായിട്ട് എന്താണ് ബന്ധം? ഇത് ആൾ പറഞ്ഞല്ലോ, ഇത് ഷിർക്കാണ്. ഈ പറയുന്ന വിളക്ക് കത്തിക്കുക എന്ന് പറയുന്നത് ഷിർക്കാണെന്നാണ് അയാൾ പറഞ്ഞു വരുന്നത്. ഞാൻ ഇവിടെ ഒറ്റ കാര്യം പറയുന്നുള്ളൂ, തഹ്ലിയോടൊപ്പമാണ് ഞാൻ നിൽക്കുന്നത്. തഹ്ലിയ അത് ചെയ്തത് ശരിയാണ്. ഏതുപോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അടിച്ചേൽപ്പിക്കുന്നത് തെറ്റാണെന്ന് പറയുന്നുണ്ടെങ്കിൽ, അടിച്ചേൽപ്പിക്കുന്നത് ഇവിടെ കത്തിക്കരുത് എന്ന് പറയുന്നതാണ് ഇവിടെ അടിച്ചേൽപ്പിക്കുന്നത്. ഇവിടെ കത്തിച്ചത് ഒരാളുടെ സ്വമേധയാ തെരഞ്ഞെടുപ്പാണ്. കത്തിക്കരുത് എന്ന് പറയുന്നതാണ് ഇവിടുത്തെ അടിച്ചേൽപ്പിക്കൽ. ഞാൻ അവസരം തരാം. അബ്ദുൽ ഹമീദ് ഒന്ന് പറഞ്ഞു നിർത്തട്ടെ. അദ്ദേഹത്തിന്റെ ഇടയിൽ കയറിയതാണ്, ഞാൻ തന്നെയാണ് അത് ഇടയിൽ കയറിയത്. ശരി അബ്ദുൽ ഹമീദ്, പറഞ്ഞു നിർത്തിക്കോളൂ താങ്കൾ. അപ്പൊ ഇതിൽ ഒരു എന്തെങ്കിലും ദിവ്യത്വമോ സ്തുതിയോ ഒക്കെ വരുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും, അല്ലെങ്കിൽ അതിൽ നിന്ന് ഐശ്വര്യം പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് വിശ്വാസപരമായി ആദർശപരമായിട്ട് എതിർക്കപ്പെടും. അപ്പൊ ആ അർത്ഥത്തിലാണ് മതസംഘടനകൾ ഇവിടെ ഇതിനോട് നിലപാട് സ്വീകരിച്ചത്. അതിൽ പ്രത്യേകിച്ചൊരു തെറ്റില്ല. ഇതൊരു വ്യക്തി കാരണം ഒന്ന് പറഞ്ഞിട്ട്, ചിലര് ചെയ്യുമ്പോൾ ഇസ്ലാമിലെ വളരെ പ്രധാനപ്പെട്ട ചില വ്യക്തികൾ ചെയ്യുമ്പോൾ നിങ്ങൾ എതിർക്കുന്നില്ല.
ചിലർ ചെയ്യുമ്പോൾ മാത്രം എതിർക്കുന്നതിന്റെ പിന്നിലെ രഹസ്യം എന്താണ്? അന്നേരം രണ്ട് വള്ളത്തിൽ കാല് വെക്കുന്ന സമീപനം അത്ര ശരിയാണോ? യൂസഫ് അലി വിളക്ക് കത്തിച്ചാലും മമ്മൂട്ടി വിളക്ക് കത്തിച്ചാലും നിങ്ങൾക്ക് യാതൊരു വിധമായ എതിർപ്പും നിങ്ങളുടെ പത്രപ്രസ്താവനയും പുറപ്പെടുവിക്കാൻ തയ്യാറാകുന്നില്ല. ഈ പെൺകുട്ടി, നിങ്ങൾ സ്റ്റേജിൽ കയറിയ ഒരു പെൺകുട്ടിക്ക് ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിന് പോലും വിലക്ക് ഏർപ്പെടുത്തിയ വിഭാഗമാണ് നിങ്ങൾ. ഈ ഫാത്തിമ എന്ന് പറയുന്ന പെൺകുട്ടി പരപുരുഷന്മാരോടൊപ്പം വോട്ട് പിടിച്ചപ്പോൾ നിങ്ങൾക്ക് എന്തായിരുന്നു? മിണ്ടാൻ വയ്യായിരുന്നോ? അത് ഇസ്ലാമികമല്ലായിരുന്നോ? പലിശ എന്ന് പറഞ്ഞാൽ വ്യഭിചാരത്തിനേക്കാൾ വലുതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഖുറാനിനകത്ത്. ആ പലിശയ്ക്ക് പലിശ കൊടുക്കുന്ന പൈസയ്ക്ക് മേടിക്കുന്ന മുസ്ലിങ്ങളുണ്ടല്ലോ, നിങ്ങളൊന്നും മിണ്ടുന്നില്ലല്ലോ. അന്നേരം വ്യക്തികൾക്കനുസരിച്ച് വേഷം കിട്ടുന്ന നടപടിയാണ് ഞങ്ങൾ എതിർക്കുന്നത്. എല്ലാവർക്കും ഒരേ നിയമമാണ് എന്നുണ്ടെങ്കിൽ യാതൊരു വിധമായ കുഴപ്പവുമില്ല. ഇത് ചിലരോട് പ്രീണനവും ചിലരോട് എതിർപ്പും എന്നുള്ളതിനകത്താണ് ഇരട്ടത്താപ്പ്. ശരി ശരി ശ്രീ അബ്ദുൽ ഹമീദ്, അതിലൂടെ മറുപടി. ഒരു വലിയ അപാകതയുണ്ട്, ഒരു കാര്യം പറയാം, ഒരു അപാകതയുണ്ട്. അതെന്താ വെച്ചാൽ യഥാർത്ഥത്തിൽ ഇവിടെ ഫാത്തിമ തെഹലിയ ഇത് വിളക്ക് കൊളുത്തിയപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഇവിടെയുള്ള വിസ്റ്റവും അല്ലെങ്കിൽ KNM-ഉം ബാക്കി എല്ലാവരും ചേർന്ന് എതിർക്കുകയും ചെയ്തിട്ടില്ല. ഈ വിഷയം വിവാദമാകുമ്പോൾ മാത്രമാണ് നമ്മൾ ഈ വിഷയത്തിൽ അഭിപ്രായം പറയുന്നത്. നമുക്ക് ഇതേ നിങ്ങളുടെ അഭിപ്രായപ്രകടനത്തിലൂടെയല്ലേ വിവാദമായത്? അല്ല, ഇത് നമ്മളെ സംബന്ധിച്ചോളം ഈ അഭിപ്രായം എല്ലാവരുടെ കാര്യത്തിലുള്ളതാണ്, അല്ലാതെ പ്രത്യേകിച്ച് ഫാത്തിമ തഹലിയുടെ വിഷയത്തിലല്ല. പറയാനാണോ? ഓക്കെ. അല്ല, ഇതിലിപ്പോ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ മാതിരി ഞാൻ തഹ്ലിയോടൊപ്പമാണ്. കാരണം എന്തുകൊണ്ടെന്നുള്ളത് 2-3 കാരണങ്ങളായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, ഇവിടെ തഹ്ലിയ ചെയ്തത് എന്താണ്? തഹ്ലിയ ഒരു ഉദ്ഘാടനത്തിന് ഒരു നിലവിളക്ക് കൊളുത്തി. ഇതാണ് അവിടെ ചെയ്തത്. ആ നിലവിളക്ക് കൊളുത്തുക എന്ന് പറയുന്ന സംഗതി ഇവിടെ പല രീതിയിലൊരു സംഗതിയെ ഉദ്ഘാടനം നമുക്ക് ചെയ്യാം. ലൈറ്റ് ഓൺ ആക്കിയിട്ട് ചെയ്യാം, റിബൺ കട്ട് ചെയ്തിട്ട് ചെയ്യാം, പടക്കം പൊട്ടിച്ചിട്ട് ചെയ്യാം, ഇവിടെ വിളക്ക് കൊളുത്തിയിട്ട് നമുക്ക് ചെയ്യാം. ഇതിന് പ്രധാനമായിട്ട് നമ്മളിവിടെ പല രീതികൾ ഇതുപോലുള്ളത് ഉപയോഗിക്കുമെങ്കിലും ഇതിന് കാരണമായിട്ട് നമ്മൾ പറയുന്നത് ഇത് ചരിത്രപരമായിട്ട് നമ്മളുടെ ഒരു സാംസ്കാരികപരമായിട്ട് നമ്മൾ ചെയ്തു വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ സാംസ്കാരികപരമായിട്ടുള്ള സംഗതി നമ്മൾ ചെയ്യുന്ന സമയത്ത് സംസ്കാരം എന്ന് പറയുന്ന ഒരു സാധനത്തെ ഇവിടെ എടുക്കുന്നുണ്ടോ എന്നത് വരുമ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്താണ്? ഇസ്ലാമിലെ ആളുകൾ പറയും ഇസ്ലാമിക സംസ്കാരത്തിന് ചേർന്നതല്ല എന്ന് പറയും. സൂംബയുടെ വിവാദം വന്നപ്പോൾ നമ്മളിവിടെ കണ്ടതാണ്, നമ്മളുടെ സംസ്കാരത്തിന് ചേർന്നതല്ല എന്നാണ് ഇവർ പറയുക. ഈ ലോകത്ത് എന്താ ഇസ്ലാമിക സംസ്കാരം മാത്രമേ ഉള്ളൂ? വേറെ ആളുകൾക്കൊന്നും സംസ്കാരമില്ലേ? ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ സംസ്കാരം ഉള്ളതുപോലെ തന്നെ ഇവിടെ ഈ സംസ്കാരത്തിന്റെ ഭാഗമാണ് ഈ പറയുന്ന സാധനം എന്ന് നിങ്ങൾക്ക് സമ്മതിക്കാൻ എന്താ ബുദ്ധിമുട്ട്? ഒന്നാമത്തെ കാര്യം ഇതാണ്. ഇവിടെ തഹ്ലിയ അങ്ങനെ ഒരു സാംസ്കാരികമായ ഒരു സംഗതിയോട് യോജിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു വിളക്ക് കത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യാണ് വേണ്ടത്. വളരെ തീവ്രമായ ഇസ്ലാമിക ചുറ്റുപാടിൽ നിന്നും വന്ന ഒരു തഹ്ലിയ അതിൽ നിന്ന് പുറത്തു കടന്നുകൊണ്ട് ഇങ്ങനെ ഒരു സംഗതിയെ ഏറ്റുപിടിക്കുന്നുണ്ടെങ്കിൽ, ഇതിനെ ഉൾക്കൊള്ളുന്നുണ്ടെങ്കിൽ അതൊരു വലിയ വളർച്ചയാണ്. അതിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യാണ് വേണ്ടത്. അതുകൊണ്ട് ഞാൻ തഹ്ലിയോടൊപ്പം നിൽക്കുന്നു. 2, ഇവിടെ പറഞ്ഞത് എന്താണ്? ഈ പറയുന്ന സംഭവം ഇവിടെ മതത്തിന്റെ സംഗതി അടിച്ചേൽപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. സത്യത്തിൽ ഇവിടെ ഒരു തെരഞ്ഞെടുപ്പിനുള്ള സൗകര്യം ഉണ്ടെന്നല്ല ഇയാൾ പറഞ്ഞു വെക്കുന്നത്, ഇവിടെയുള്ള സംസാരിച്ച ആളുകൾ. പക്ഷെ ഇവരെന്താ ചെയ്തു വെക്കുന്നത്? ഇവര് ഇത് കത്തിക്കരുതെന്നാണ് പറയുന്നത്. ഇവിടെ സമസ്തയാണെങ്കിലും ഹുസൈൻ സലഫി ആണെങ്കിലും ഒക്കെ എഴുന്നള്ളിച്ചത് എന്താണ്? ഇനി ഇവിടെ എഴുന്നള്ളിക്കാൻ പോകുന്നവരുണ്ട്. ഇവരെന്താ പറയുന്നത്? കത്തിക്കരുത്, ഇത് ഞങ്ങളുടെ സാധനത്തിന്. നിങ്ങൾക്ക് കത്തിക്കണമെങ്കിൽ കത്തിക്കണ്ട, പക്ഷെ തഹ്ലിയക്ക് കത്തിക്കരുത്, കത്തിക്കാൻ പാടില്ല എന്ന് പറയുന്നത് നിങ്ങൾ ആരാണ്? ഇതാണ് നമ്മൾ ചോദിക്കുന്നത്. തൗഹീദ് ചൂണ്ടിക്കാണിക്കുന്നു, ഏകദൈവ വിശ്വാസം എന്നത് ചൂണ്ടിക്കാണിക്കുന്നു എന്നാണ് ഇവർ പറയുന്നത് കേട്ടോ. വിസ്തത്തിന്റെയും പ്രസ്താവനകളിൽ അതാ ഞാൻ പറഞ്ഞത്. വിശ്വാസ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ അത് ഓരോ വ്യക്തിക്കുമാണ്. ആ വ്യക്തിക്ക് വിശ്വാസ സ്വാതന്ത്ര്യം നിങ്ങൾ വിട്ടുകൊടുക്കണം. അവിടെ നിങ്ങൾ നിങ്ങളുടെ ഇരട്ടത്താപ്പ് പുറത്ത് എടുക്കരുതെന്നാണ് എനിക്ക് ഇവിടെ ഇരിക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്. സ്വാതന്ത്ര്യം വിട്ടുകൊടുത്തിട്ടുണ്ട്, പക്ഷെ ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കണം. അല്ല, ഞാനൊന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ. രണ്ടാമത്തെ കാര്യം ഇതാണ്. ഇവർ വിശ്വാസ സ്വാതന്ത്ര്യത്തിന് നിൽക്കുന്നു എന്ന് പറയുകയും തഹ്ലി ഏതെങ്കിലും തരത്തിലൊരു സംഗതി ചെയ്താൽ അത് ഉടനെ ആളുടെ വിശ്വാസ സ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് കൊണ്ടുപോവാണ്. തഹ്ലിയക്ക് ഇങ്ങനെ ഒരു സ്വാതന്ത്ര്യമാണ് എടുക്കണം എന്ന് തോന്നിയതുണ്ടെങ്കിൽ അത് വിട്ടുകൊടുക്കേണ്ട ബാധ്യത നിങ്ങൾക്കില്ലേ? നിങ്ങളല്ലേ വിശ്വാസ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് ഇവിടെ ഒച്ചമാളം ഉണ്ടാക്കുന്നത്? നിങ്ങൾ എന്തുകൊണ്ടാണ് തഹ്ലിയുടെ വിശ്വാസ സ്വാതന്ത്ര്യത്തിന്റെ കൂടെ നിൽക്കാത്തത്? എന്താണ്? ഇതാണ് നിങ്ങളുടെ ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ കാര്യം, ഇവിടെ നിങ്ങൾ ഇതിനെ എതിർക്കുന്നു. ഇവിടെ ചോദിച്ചു, എന്നാലും ഞാൻ ചോദിക്കുകയാണ്, മമ്മൂട്ടി ഇവിടെ കത്തിച്ചു, അല്ലെങ്കിൽ യൂസഫ് അലി ഇവിടെ കത്തിക്കുന്നു, നിങ്ങൾ എവിടെയെങ്കിലും ഇതേപോലെ ഇറങ്ങി തുള്ളി ഇതേപോലെ ഇത് ചെയ്യരുതെന്ന് പറയുന്നത് നമ്മളിവിടെ കണ്ടിട്ടുണ്ടോ? ഇല്ല. നിങ്ങൾ ഇത് ചെയ്യില്ല. അന്നേരം നിങ്ങൾ എന്താ പറയാ? മമ്മൂട്ടി അല്ല ഇസ്ലാം എന്ന് പറയും, യൂസഫ് അലി അല്ല ഇസ്ലാം എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ തഹ്ലിയ അല്ല ഇസ്ലാം എന്നങ്ങ് പറഞ്ഞ് തീരേണ്ട കാര്യമുള്ളൂ. പക്ഷെ ഇത് നിങ്ങൾ പറയാതെ തഹ്ലിയ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ചെയ്തു കൊള്ളണം എന്ന് തീട്ടൂരം ഇറക്കാൻ നിങ്ങൾ ആരാണ്? ഹേ, ഇതാണ് നമ്മൾ ചോദിക്കുന്നത്. ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, പൊതുവിടങ്ങളിലെ നിഷ്പക്ഷത എന്ന കാര്യം പറയുന്നുണ്ട്. അവിടെയാണ് EMSനെയും EK നയനാരെയും ഇവർ കോട്ട് ചെയ്യുന്നത്. കാരണം അവർ പൊതുസമൂഹത്തിൽ നിഷ്പക്ഷത പാലിച്ചു എന്നുള്ളതാണ്. യെസ്, അതായത് EK നയനാർ കത്തിച്ചിട്ടില്ല, അത് അയാളുടെ സൗകര്യം.
തഹ്ലിയ കത്തിച്ചിട്ടുണ്ട്. ആ തഹ്ലിയയുടെ സൗകര്യം, സൗകര്യത്തിന് വിട്ടുകൊടുക്കാൻ ഇവർ എന്തുകൊണ്ട് തയ്യാറാവുന്നില്ല എന്ന് ചോദിക്കുന്നത്. പ്രത്യേകിച്ച് ഇവർ വിശ്വാസ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിലവിളിക്കുന്ന ടീമല്ലേ? അപ്പൊ ഇവരല്ലേ തഹ്ലിയയുടെ വിശ്വാസ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് അത് കുറഞ്ഞതാണെങ്കിലും കൂടിയതാണെങ്കിലും അതിന് വിട്ടുകൊടുക്കേണ്ട ആളുകൾ നിങ്ങളല്ലേ? ഇപ്പൊ എന്തേ നിങ്ങൾ അത് വിഴുങ്ങുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. മുഹമ്മദ് അമീർ, അങ്ങനെ എന്തിനാണ് വിശ്വാസ സ്വാതന്ത്ര്യത്തിൽ ഇടപെടുന്നത്? ഓരോരുത്തർക്കും അവരുടേതായ വിശ്വാസം പാലിക്കണോ വേണ്ടയോ, അത് എത്രമാത്രം പാലിക്കണം, അതിന്റെ പരിധി എത്രമാത്രം എന്ന് നിശ്ചയിക്കുവാനുള്ള അധികാരമുണ്ടല്ലോ. അതിലെന്തിനാണ് ഇടപെടുന്നത്? ശ്രീ മുഹമ്മദ് അമീർ. വിഷയം ചർച്ചയാകുമ്പോൾ അത് മതവുമായി ബന്ധമുണ്ടെങ്കിൽ അതിന്റെ മത അധ്യക്ഷന്മാർ സ്വാഭാവികമായി അഭിപ്രായം പറയും. അതേ സംഭവിച്ചിട്ടുള്ളൂ. അല്ലാതെ ഫാത്തിമ തഹ്ലിയയ്ക്ക് മാത്രം എതിരെയുള്ള ഒരു ആരോപണം. മുഹമ്മദ് അമീർ. ഓക്കെ, ഇതില് പിന്നെ ഫാത്തിമ തഹ്ലിയ എന്നൊരു സ്ത്രീയോട് എന്തെങ്കിലും വിദ്വേഷമുള്ളത് കൊണ്ടോ വൈരാഗ്യമുള്ളത് കൊണ്ടോ ഒന്നും അല്ല മുസ്ലിം പക്ഷത്ത് നിന്ന് ഇതിനെ എതിർക്കുന്നത്. അത് ഇപ്പോ പിന്നെ മമ്മൂട്ടി വിളക്ക് കത്തിച്ചാലും യൂസുഫ് അലി വിളക്ക് കത്തിച്ചാലും പിന്നെ ഫാത്തിമ തഹ്ലിയ വിളക്ക് കത്തിച്ചാലും ഇവിടെ ഒരു വിവാദം ഉണ്ടാകുമ്പോൾ മുസ്ലിം സമുദായത്തിന്റെ ആരാധനകളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കോൺട്രവേഴ്ഷ്യൽ ആയിട്ട് ഉണ്ടാകുമ്പോൾ ആ സമുദായത്തെ പിന്നെ ബോധവൽക്കരിക്കുക എന്നുള്ളത് മുസ്ലിം പണ്ഡിതന്മാരുടെ ഒരു ദൗത്യമാണ്. അത് അവർ നിർവഹിച്ചുകൊണ്ടേയിരിക്കും. അത് മമ്മൂട്ടി വിളക്ക് എത്തിച്ചാലും ഉണ്ടാകും, യൂസുഫ് അലി വിളക്ക് എത്തിച്ചാലും വിവാദങ്ങൾ ഉണ്ടാകുമ്പോൾ ഉണ്ടാകും. അപ്പോൾ നമ്മളൊന്നും അറിയാതെ എത്രയോ മുസ്ലിങ്ങൾ ഉദ്ഘാടന വേദികളിൽ കേരളത്തിൽ വിളക്കുകൾ കത്തിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഇതിനൊന്നും ആരും ഒന്നും പറയാറില്ലല്ലോ. ഒരു മിനിറ്റ്, ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ. ഇപ്പോ ഇവിടെ ഇപ്പോ പിന്നെ സുഹൃത്ത് സർ മഞ്ജുഷ് പ്ലീസ് അവിടെ ഇടപെടുന്നുണ്ട്. രാഹുൽ ഈശ്വര സുഹൃത്ത് അദ്ദേഹം നേരത്തെ പിന്നെ ചോദിച്ചു പിന്നെ ആരാണ് ഇവിടെ കമ്പൽ ചെയ്യുന്നത്, നിർബന്ധിക്കുന്നത് എന്നുള്ളത്. ഇവിടെ നമ്മള് ഒരു മുസ്ലിം പ്രതിനിധി ഒരു പൊതു ചടങ്ങിൽ നിന്ന് ഒരു നിലവിളക്ക് കത്തിക്കാതെ മാറി നിൽക്കുമ്പോൾ എന്തുകൊണ്ടാണ് അതിനെ ഒരു വിവാദം വരുന്നത്? എന്തുകൊണ്ടാണ് അബ്ദുറബ്ബ് 10 വർഷം മുമ്പ് അബ്ദുറബ്ബ് പിന്നെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന സമയത്ത് നിലവിളക്ക് കത്തിക്കാതെ മാറി നിന്നപ്പോൾ അദ്ദേഹത്തിനെതിരെ ഭയങ്കരമായ വെർബൽ മോബ് ലോഞ്ചിങ് കേരളത്തിൽ നടന്നത് നമ്മളൊക്കെ കണ്ടാണ്. അന്ന് ഭയങ്കരമായ ഡിബേറ്റബിൾ ഇഷ്യൂ ആയിരുന്നു ഇത്. അപ്പോൾ ആ രൂപത്തിൽ എന്തുകൊണ്ട് മുസ്ലിങ്ങളുടെ മേലൊരു സോഷ്യൽ പ്രഷർ വരുന്നു എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഇത് ഒരു പിന്നെ റെസ്പെക്റ്റും അക്സെപ്റ്റും, നമ്മൾ ഈ ഒരു ചടങ്ങിനെ നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നു, പക്ഷെ ആ ചടങ്ങിന്റെ റിച്വലിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണമെന്ന് പറയുന്നത് അത് നമ്മളുടെ മേലുള്ള കമ്പൽഷൻ അല്ല, ഏതെങ്കിലും ഒരു മതവിശ്വാസത്തിന്റെ മേലുള്ള ഒരു കമ്പൽഷൻ അല്ല. ഇപ്പൊ സെക്യുലറിസം എന്ന് പറഞ്ഞാൽ അവിടെ ഫ്രീഡം ഫ്രം കമ്പൽഷൻ കൂടി ഉണ്ടാവണം. അപ്പോ ഈ നമ്മളുടെ മേലെ ഇത് ചെയ്യാനുള്ള ഒരു നിർബന്ധം, ചെയ്യാതിരുന്നാൽ എന്തുകൊണ്ട് ചെയ്തില്ല എന്നുള്ളൊരു സോഷ്യൽ പ്രഷർ, അത് ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന്റെ മേലെ ഉണ്ടാകാൻ പാടില്ല. അപ്പോഴേ ഈ സെക്യുലറിസം എന്നുള്ളത് ഒരു പൂർണ്ണമാകുള്ളൂ നമ്മൾ മനസ്സിലാക്കുക. ഇവിടെ പിന്നെ ഇപ്പോ ഈ അഗ്നി എന്നുള്ളത് ഒരു കൾച്ചറാണ്, സാംസ്കാരികമാണെന്നൊക്കെ പറഞ്ഞു. എങ്ങനെയാണ് ഈ കൾച്ചർ ഇവോൾവ് ചെയ്തതെന്ന് നമ്മൾ മനസ്സിലാക്കുക. നമുക്ക് എല്ലാവർക്കും അറിയാം, കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ അല്ലെങ്കിൽ പിന്നെ മുഴുവനായിട്ടും പിന്നെ വെളിച്ചം ആയിട്ട് ഉപയോഗിച്ചിരുന്നത് വിളക്ക് തന്നെയാണ്. ഈ വിളക്ക് വെളിച്ചമായിട്ട് ഉപയോഗിച്ചപ്പോൾ ഇവിടെ ചോദിച്ചു പൊന്നാനിയിൽ വിളക്കില്ലേ, അതേപോലെ തന്നെ ചേരമാൻ പള്ളിയിൽ വിളക്കില്ല എന്നൊക്കെ ചോദിച്ചു. ചേരമാൻ പള്ളിയിലും പൊന്നാനിയിലും മാത്രമല്ല, കേരളത്തിലെ മുഴുവൻ മുസ്ലിം പള്ളികളിലും വിളക്ക് കത്തിച്ചിരുന്നു. എല്ലായിടത്തും വിളക്കുണ്ടായിരുന്നു. പക്ഷെ സ്വാഭാവികമായിട്ടും ഇലക്ട്രിസിറ്റി വന്നപ്പോൾ നമ്മൾ വിളക്കുകളൊക്കെ ഒഴിവാക്കി. അത് പക്ഷെ ഹിന്ദു ഐഡിയോളജിയിൽ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഒരു ഹിന്ദു ഐഡിയോളജി പറയട്ടെ. മുഹമ്മദ് നബി, അത് എനിക്കൊരു സംശയം. നിങ്ങൾ പറയുന്നത് ഇരുട്ടുമാറ്റി വെളിച്ചം ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണെങ്കിൽ മാത്രം നിലവിളക്ക് ഉപയോഗിക്കാം, അല്ലാതെ ഈ നിലവിളക്ക് കൊളുത്താൻ പാടില്ല, അത് ഹൈന്ദവ ആചാരം പിന്തുടരുന്നതാണ്, അതുകൊണ്ട് പാടില്ല എന്നുള്ളതാണല്ലോ അല്ലേ? അതായത് നമുക്ക് കാഴ്ചയ്ക്ക് വേണ്ടി നമുക്ക് വിളക്ക് ഉപയോഗിക്കാം എന്നുള്ളത് മാത്രം അല്ലേ? അതെ, നമുക്ക് ഇവിടെ വിളക്കിനോട് എതിർപ്പില്ല, പിന്നെ ഈ തിരിയോട് എതിർപ്പില്ല, അല്ലെങ്കിൽ തീയിനോട് എതിർപ്പില്ല, ഇതിനോടൊന്നും നമുക്ക് എതിർപ്പില്ല. വിളക്ക് കത്തിക്കും, പക്ഷെ അത് കത്തിക്കുന്നതിനോട് അല്ല, പൊതുവേദികളിൽ ഇസ്ലാം മത വിശ്വാസികൾ എതിർപ്പാണ്. അത് എങ്ങനെ വന്നു? അതിൽ ആരാധനയുടെ അംശമുണ്ട്. അപ്പൊ നമ്മള് പിന്നെ ഈ പഞ്ചഭൂതങ്ങൾ, ഇപ്പൊ ഭൂമി അല്ല, ഒരു മിനിറ്റ്, ഭൂമി, ജലം, അഗ്നി, വായു, പിന്നെ ആകാശം, ഇങ്ങനെ പഞ്ചഭൂമി, ഈ പഞ്ചഭൂതങ്ങളിൽ പെട്ടതാണ് അഗ്നി. ഈ അഗ്നി ഒരു സൃഷ്ടിയാണ്. അഗ്നി ഒരു സൃഷ്ടിയായാലും സൃഷ്ടിയിൽ നിന്ന് എന്തെങ്കിലും ഐശ്വര്യം പ്രതീക്ഷിക്കുന്നത് മുസ്ലിങ്ങളെ സംബന്ധിച്ച് അവരുടെ മതപരമായ വിശ്വാസത്തിനെതിരാണ്. ഇപ്പോ പിന്നെ നിലവിളക്കിനെ കുറിച്ച് നമ്മൾക്കിടയിലുള്ള സങ്കല്പങ്ങൾ നോക്കുക. ഇപ്പൊ നിലവിളക്കിനെ കുറിച്ച് സാധാരണ പറയേണ്ട അതിന്റെ മുകളിൽ ശിവനാണ്, മധ്യത്തിൽ വിഷ്ണു ആണ്, പാദങ്ങളിൽ ബ്രഹ്മാവാണ്. ഈ ത്രിമൂർത്തി സങ്കല്പം നിലവിളക്കിനെ കുറിച്ച് നിലവിളക്കില് ഒരു തിരി കത്തിച്ചാൽ എന്താണ്, 2 തിരി കത്തിച്ചാൽ എന്താണ്, 3 തിരിയാണ്, 5 തിരിയാണ് സർവമായ ഐശ്വര്യം എന്ന് പറയുന്നത്. നിലവിളക്ക് കത്തിക്കുമ്പോഴുള്ള പിന്നെ മറ്റേ ദീപം എന്നുള്ള മറ്റേ ഇത് ചെല്ലുമല്ലോ, ശ്ലോകം, നാമം ചൊല്ലുമല്ലോ, അതിലടക്കം ആരാധനകൾ വരുന്നുണ്ട്.
അപ്പൊ ഇങ്ങനെ എന്തുകൊണ്ടാണ് അവിടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ആയിട്ടുള്ള ഒരു ഡൈവേഴ്സിറ്റിനെ നമുക്ക് എന്തുകൊണ്ട് ഒരു മുസ്ലിങ്ങൾക്ക് മാറി നിൽക്കണം? അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് അതിനൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഡൈവേഴ്സിറ്റി പ്രകാരം അതിനെ അക്കമഡേറ്റ് ചെയ്തുകൂടാ? എന്തിനാണ് അതിനെ എതിർക്കുന്നത്? എന്തിനാണ് അതിനെ അറ്റാക്ക് ചെയ്യുന്നത്? അവർക്ക് അതിനുള്ള ഒരു സ്വാതന്ത്ര്യം. ഇവിടെ സെക്യുലറിസം അല്ല, ഇവിടെ ഫാത്തിമ തഹ്ലിയ മതേതരത്വത്തിന് വേണ്ടി ഇത് ചെയ്തു എന്നൊന്നും പറയുന്നില്ല. പക്ഷേ അവർ ഇപ്പോൾ ശ്രീ രാഹുൽ ഈശ്വർ ഇവിടെ അമീർ പറഞ്ഞതനുസരിച്ച് നോക്കുകയാണെങ്കിൽ അവർ സമ്മർദ്ദത്തിന് അടിപ്പെടുകയാണ്. അതായത് ഇസ്ലാം മതവിശ്വാസികൾ പൊതുവേദികളിൽ, പ്രത്യേകിച്ച് ജനപ്രതിനിധികൾ പൊതുവേദികളിൽ സമ്മർദ്ദത്തിന് അടിപ്പെടുകയാണ് നിലവിളക്ക് കൊളുത്താൻ പോകുന്ന ഘട്ടത്തിൽ എന്നാണ്. അങ്ങനെയൊന്നുണ്ടോ? ഇത് ചേരമൻ പെരുമാൾ പള്ളിയിലുള്ള വളരെ മനോഹരമായ ഒരു നിലവിളക്കാണ്. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലത്തിന്റെ കാലത്തിൽ തന്നെ അദ്ദേഹത്തെ പോയി കണ്ടു നമ്മുടെ ചേരമൻ രാജാവെന്നും അതിനുശേഷം തിരിച്ചെത്തിയെന്നും ഒക്കെയാണ് നമ്മുടെ ചരിത്രവും ഐതിഹ്യവും പറയുന്നത്. അബ്ദുൽ കലാമൊക്കെ വന്ന് പ്രാർത്ഥിച്ചിട്ടുള്ള പള്ളിയാണ്. ഇന്ത്യയിലെ, ഒരുപക്ഷെ ഏഷ്യയിലെ, ലോകത്തിലെ ഏറ്റവും പ്രാചീന പള്ളികളിൽ ഒന്നിൽ ഇപ്പോഴും വിളക്കുണ്ടെങ്കിൽ നമുക്ക് ഈ വിളക്കിനോട് എതിർപ്പുണ്ടെന്ന് എന്തെങ്കിലും കാര്യമുണ്ടോ? ആ വിളക്കിൽ സരസ്വതിയും വിഷ്ണുവും ഭഗവാൻ ശിവനും അല്ലെങ്കിൽ ബ്രഹ്മാവും ഒക്കെ ഉണ്ടെന്ന് പറയുന്നതിൽ അർത്ഥമുണ്ടോ? ഇനിയും ലോകത്തിലെ ഏറ്റവും വലിയ മുസ്ലിം രാജ്യമായ ഇന്തോനേഷ്യ, ഇന്തോനേഷ്യയിൽ റമസാനിലെ 27-ാം രാവിൽ അവർക്ക് ഫെസ്റ്റിവൽ ലാംബു കൊലോക്ക് എന്നൊരു കാര്യമുണ്ട്. അവിടെ വിളക്ക് കത്തിക്കുന്നതാണ്, അല്ലെങ്കിൽ നിലവിളക്ക് കത്തിക്കുന്നതാണ്. അവർക്കും ഈ ഇന്ത്യൻ സംസ്കാരത്തോട് വളരെ പൈതൃകമായി ചേർന്ന് നിൽക്കുന്നതാണ്. അപ്പം നമ്മുടെ നാട്ടിൽ സാംസ്കാരികപരമായി കുറേ ഒരുമകളുണ്ട്. ഉദാഹരണം, നമ്മളെല്ലാം സൺഡേ ഹോളിഡേ ആയിട്ടാണ് കൊടുക്കുന്നത്. ഇത് ശരിക്കും ഒരു ജൂഡിയോ ക്രിസ്ത്യൻ സംസ്കാരത്തിൽ നിന്ന് വരുന്നതാണ്. ദൈവം റെസ്റ്റ് ചെയ്ത ദിവസം വന്നാണ്. ഞാൻ ക്രിസ്ത്യൻ സംസ്കാരത്തെ അംഗീകരിക്കില്ല, അതുകൊണ്ട് സൺഡേ ഞാൻ ഹോളിഡേ എടുക്കില്ല എന്ന് ആരും പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിന്റെ കാര്യം എല്ലാ സംസ്കാരങ്ങളെയും നമുക്ക് നമ്മുടെ വിശ്വാസത്തെ ഒട്ടും ഡൈല്യൂട്ട് ചെയ്യണമെന്ന് ആരും പറയുന്നില്ല. ഇവിടെ ഫാത്തിമ തഹ്ലിയ ഒരു അമ്പലത്തിലോ അമ്പലത്തിന്റെ ചടങ്ങിൽ ഇപ്പം മമ്മൂട്ടി വിളക്ക് കൊളുത്തിയോ നമ്മുടെ എറണാകുളത്തപ്പൻ ക്ഷേത്രത്തിൽ നിന്ന് വിളക്ക് കൊളുത്തിയാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇവിടെ ഫാത്തിമ ഒരു റെസ്റ്റോറന്റിന്റെ ഉദ്ഘാടനത്തിന്, ഒരു കൊമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ് ഉദ്ഘാടനത്തിന് ഒരു ചടങ്ങ് ചെയ്യുന്നു. ഇത് നാടയാകാം, ലാപ്ടോപ്പിൽ കുത്തുന്നതാകാം. ഇനിയും 2 ഇസ്ലാമിക് ജൂറിസ്പ്രുഡൻസ് പോലെ ഇങ്ങനെ 1-2 വിവാദങ്ങൾ പല സ്ഥലത്തും ഉണ്ടായിരുന്നു. ഞാൻ അതിനെക്കുറിച്ചൊന്ന് റിസർച്ച് ചെയ്തിരുന്നു. അവർ പറയുന്നത്, പ്രൊനൗൺസിയേഷൻ ശരിയാണെങ്കിൽ കറക്റ്റ് ചെയ്യാം, അൽ ഉമൂറു ബി മഖാസിദിഹ, അതായത് ആക്ഷൻസിന്റെ ആത്മാവെന്ന് പറയുന്നത് നീയത്താണ് അഥവാ ഇന്റൻഷനാണ്. ഇവിടെ ഫാത്തിമ തഹ്ലിയയുടെ ആക്ഷന്റെ ഇന്റൻഷൻ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യൽ മാത്രമാണ്. അത് ഏകദൈവ വിശ്വാസമോ യഹോവയോ അള്ളാഹുവിനെയോ ആരെയും ബാധിക്കുന്ന ഒരു കാര്യമല്ല. ദൈവീകമല്ലാത്തൊരു കാര്യത്തിൽ, അല്ലെങ്കിൽ കൊമേഴ്ഷ്യലായ ഒരു കാര്യത്തിൽ, സാമൂഹികമായ കാര്യത്തിൽ ദൈവശാസ്ത്രം കൊണ്ടുവന്നാൽ അനാവശ്യമായ പ്രശ്നങ്ങളല്ലേ അതുണ്ടാകും. നമ്മുടെ നാട്ടിൽ ഇൻഡസ് വാലി സിവിലൈസേഷൻ തൊട്ട്, അതായത് ഏകദേശം 10,000 വർഷം മുമ്പ് വരെ ഈ അവിടുത്തെ മൗണ്ടുകളിൽ ചെറിയ ചെറിയ ക്ലേ ചിരാതുകൾ കണ്ടിട്ടുണ്ടെന്ന് നമ്മുടെ ചരിത്രം പറയുന്നുണ്ട്. നമ്മുടെ നാട് 10,000 വർഷങ്ങളായി ആഘോഷിക്കുന്ന ഒരു കാര്യമാണ്. അതിനോട് നമുക്ക് എതിർപ്പ് പ്രകടിപ്പിക്കുന്നതിന് എന്തെങ്കിലും അർത്ഥമുണ്ടോ എന്ന കാര്യത്തിൽ സംശയമില്ല. നേരത്തെ പറഞ്ഞതുപോലെ യൂസഫ് അലി സാറിനെ പോലുള്ളവർ, മഹാനായ മമ്മൂട്ടി സാറിനെ പോലുള്ളവർ, ഒരുപാട് പേർ ഇത്തരം കാര്യം പറയുന്നു. പക്ഷേ ഐ അക്നോളജ്, അതായത് മുസ്ലിം ലീഗിൽ തന്നെയുള്ള, മുസ്ലിം സമൂഹത്തിൽ തന്നെയുള്ള ഒരു വിഭാഗം ആൾക്കാർക്ക് പണ്ട് മുതലേ ഇതിനോട് റിസർവേഷൻ ഉണ്ട്. ഏറ്റവും ആദരണീയനായ ബഹുസ്വരവാദിയായ പാണക്കാട് തങ്ങളടക്കം ജോൺ ബ്രിട്ടാ സാറിന് കൊടുത്തൊരു ഇന്റർവ്യൂവിൽ ഇതിനെക്കുറിച്ചൊരു എതിരഭിപ്രായം പറയുന്നുണ്ട്. പക്ഷേ പൊതുസമൂഹത്തിന്റെ ഭാഗമായി വരുമ്പോൾ നിയ്യത്ത്, അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇന്റൻഷൻ, അല്ലെങ്കിൽ ഉദ്ദേശമാണ് പ്രധാനം. ഇത് ഇസ്ലാമികമായും തെറ്റല്ല. കാര്യം അവിടെ ഫാത്തിമ തഹ്ലിയ പോയത് ദൈവശാസ്ത്രപരമോ ആത്മീയമോ അല്ലെങ്കിൽ വിശ്വാസപരമായ ഒരു കാര്യത്തിനെ അല്ല, ഒരു കൊമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെന്റിന്റെ അല്ലെങ്കിൽ ഒരു കടയുടെ ഉദ്ഘാടനത്തിന് വേണ്ടിയാണ്. അവിടേക്ക് ദൈവശാസ്ത്രം അനാവശ്യമായി കൊണ്ടുവന്നാൽ അത് സമൂഹത്തിൽ വിള്ളലുകൾ ഉണ്ടാക്കിയേ ചെയ്യൂ. ഹിന്ദു മുസ്ലിം ഐക്യത്ത് എന്നുള്ള പ്രോജക്റ്റിന് കൂടുതൽ വിഘാതം ഉണ്ടാക്കിയേ ചെയ്യൂ, അല്ലെങ്കിൽ മതസൗഹാർദ്ദം എന്നുള്ള പ്രോജക്റ്റിന് വിഘാതം ഉണ്ടാക്കിയേ ചെയ്യൂ. അതുകൊണ്ട് അതിന്റെ ഇന്റൻഷൻ നോക്കണമെന്നുള്ളതാണ് എനിക്ക് ശ്രീ മുഹമ്മദ് അമീറിനോടും ശ്രീ അബ്ദുൽ ഹമീദിനോടും പറയുന്നുള്ളത്. അവരും ഉറപ്പിക്കും, എനിക്ക് ഉറപ്പുണ്ട്. ഇതിന്റെ നിയത്ത്, അല്ലെങ്കിൽ ഇതിന്റെ ഉദ്ദേശം, ഇതിന്റെ ഇന്റൻഷൻ ദൈവശാസ്ത്രപരമല്ല, സാമൂഹികമോ വ്യാവസായികവുമാണ്. അതിന് ആവശ്യമില്ലാത്ത രീതിയിൽ നിരുത്സാഹപ്പെടുത്തേണ്ട കാര്യമുണ്ടോ എന്ന് അവർ പുനർചിന്തിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ശരി, ശ്രീ അബ്ദുൽ ഹമീദ്, അതിനുള്ള മറുപടി. ഇതിന്റെ ഉദ്ദേശം, ഇപ്പോൾ തഹ്ലിയ അവിടെ ഒരു റെസ്റ്റോറന്റിന്റെ ഉദ്ഘാടന ചടങ്ങിലാണ് നിലവിളക്ക് കൊളുത്തിയത്. അപ്പോൾ അതിന്റെ ഉദ്ദേശത്തെ പോലും നിങ്ങൾ മാനിക്കുന്നില്ല എന്നാണോ? വളരെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു പ്രയോഗമാണ്. നമ്മൾ ഈ ഒരാൾ എന്തുദ്ദേശിച്ചു എന്നുള്ളത് നമ്മൾ ആരാണത് റീഡ് ചെയ്യുന്നത്? ഇസ്ലാമിൽ ഉള്ള ആശയം തന്നെയാണത്. പിന്നെ ഒരാളുടെ ഇൻറ്റൻഷൻ അനുസരിച്ചാണ് അദ്ദേഹത്തിൻ്റെ കർമ്മങ്ങൾ അളക്കപ്പെടുന്നത്, പ്രതിഫലം നൽകപ്പെടുന്നത് എന്നുള്ളത്. പക്ഷേ അതിനർത്ഥം ഒരാൾക്ക് നല്ലത് ഉദ്ദേശിച്ചുകൊണ്ട് ഇസ്ലാമിൽ ഹറാമായി പറഞ്ഞ ഒരു കാര്യം ചെയ്യാൻ പറ്റും എന്നല്ല. മറിച്ച് പറഞ്ഞിട്ടുണ്ട് വിളക്ക് കത്തിക്കുന്ന ഹറാമാണെന്ന് ഇസ്ലാമിൽ എവിടെ പറഞ്ഞിട്ടുണ്ട്? വിളക്കിന്റെ വിഷയം പറഞ്ഞു. വിളക്കിന്റെ പറയണമല്ലോ, അത് ഹറാമാണെന്ന് പറയുകയാണെങ്കിൽ വിളക്ക് കത്തിക്കുന്ന ഹറാമാണെന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അഗ്രസീവായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ കൃത്യമായിട്ടും പറയാം, അത്
ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യയിലുള്ള വിവിധ ഹൈന്ദവ സമൂഹങ്ങൾ ആചരിക്കുന്ന കാര്യങ്ങൾ, കൊണ്ടു നടക്കുന്ന കാര്യങ്ങൾ, ഇതെല്ലാവരും ഒരുപോലെ അടങ്ങിയിരിക്കുമോ? ഞാൻ ഒരു വെജിറ്റേറിയൻ ഹോട്ടലിലേക്ക് കേൾക്കൂ, ഒരു വെജിറ്റേറിയൻ ഹോട്ടലിലേക്ക് ഞാൻ ഒരു പ്ലേറ്റ് ബീഫുമായിട്ട് പോയിട്ട് അവിടെ കഴിച്ച എന്താ കുഴപ്പമുള്ളത്? ഒന്നും പറ്റില്ലല്ലോ. കാര്യങ്ങളല്ലേ. അപ്പൊ അവിടെ അല്ല, എന്റെ ഇന്റൻഷൻ അവിടെ പോയിട്ട് ഭക്ഷണം കഴിക്കണം എന്നുള്ളൂ. നെയ്യത്തിന്റെ അടിസ്ഥാനത്തിലല്ലേ അതിന്റെ വിശപ്പുണ്ട്. വളരെ വാലിഡ് ആയിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. അവിടെ അല്ലല്ല, ഇത് ഹമീദ് സാർ, ഞാൻ ഒരു ചോദ്യം ചോദിച്ചു, ഇടയ്ക്ക് ഇറന്നതിന് ക്ഷമിക്കണം. ഞാൻ ഇസ്ലാമിക തത്വങ്ങൾ പ്രകാരമല്ലേ കോട്ട് ചെയ്തത്. ഈ നിയ്യത്ത് അഥവാ ഇന്റൻഷൻ അല്ലേ പ്രധാനം? അങ്ങേക്കെങ്കിലും അഭിപ്രായമുണ്ടോ ഫാത്തിമ തഹ്ലിയയുടെ നിയ്യത്ത് വേറെ എന്തെങ്കിലും ആയിരുന്നു എന്ന്? അല്ല, ഇവിടെ ഇന്റൻഷൻ യഥാർത്ഥത്തിൽ അവിടെയാണ് തെറ്റിദ്ധരിപ്പിക്കുന്നത്. ഇന്റൻഷൻ വെച്ചുകൊണ്ട് ഒരു മുസ്ലിം കള്ളു കുടിച്ചു, അതുകൊണ്ട് കള്ളുകൂടി കള്ളു കുടിക്കാനുള്ള ഇന്റൻഷനോട് കൂടിയല്ലേ കുടിക്കാൻ പറ്റൂ. അവിടെ എന്താണ് ചെയ്തത്, ആ ചെയ്ത പ്രവൃത്തിയെ കൂടെ വിലയിരുത്തേണ്ടി വരും. ആ ചെയ്ത പ്രവൃത്തിക്ക് പിറകിലുള്ള അല്ല അവിടെ തെറ്റുണ്ട്. അതായത് കള്ള് കുടിക്കുക എന്ന് പറയുന്നത് ഇൻഹറന്റ്ലി ഹറാമായിട്ടുള്ള സാധനമാണ്. വിളക്ക് കത്തിക്കുക എന്ന് പറയുന്നത് ഇൻഹറന്റ്ലി ഹറാമല്ല. നിങ്ങൾ എന്തിനാണ് മാംഗോസ് ടു ആപ്പിൾസ് കമ്പയർ ചെയ്യല്ലേ പ്ലീസ്? വിളക്ക് കത്തിക്കുക എന്ന് പറയുന്നത് ഹറാമാണെന്ന് ഇസ്ലാമിൽ എവിടെയുള്ളത്? ഇവിടെ വിളക്കല്ല, നിലവിളക്കാണ്. അതെങ്ങനെ ശിർക്കാവുക? അപ്പൊ പള്ളികളിൽ വിളക്ക് കത്തിക്കാറില്ലേ? വിളക്ക് കത്തിക്കാറില്ലേ? പള്ളിയിൽ വിളക്ക് കത്തിക്കാറില്ലേ? പള്ളിയിൽ വിളക്ക് കത്തിക്കാറില്ലേ? വിളക്ക് കത്തിനല്ലോ. ഇല്ലേ? അപ്പൊ പിന്നെ എങ്ങനെ ഇൻഹറന്റ്ലി ഹറാമാവണം? എങ്ങനെ ഇൻഹറന്റ്ലി എങ്ങനെ ഹറാമാവും? വിളക്ക് കത്തിക്കൽ ഇൻഹറന്റ്ലി ഹറാമാണോ? അല്ല, ഇവിടെ ആരാധനയുടെ ഭാഗമല്ലല്ലോ, അതാണല്ലോ സംശയം. സിമ്പിൾ ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ആരാധനയുടെ ഭാഗമല്ലല്ലോ ശ്രീ ഹമീദ്. വിളക്ക് കത്തിക്കൽ ഈ വിളക്ക് കൊളുത്തുന്നതുമായി ബന്ധപ്പെട്ട് മതപരമായി എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റും. ഇപ്പൊ നേരത്തെ അമീർ പറഞ്ഞു, ഈ 5 തിരി കത്തിക്കുന്നതിന് സങ്കല്പമുണ്ട്, 2 തിരി കത്തിക്കുന്നതിന് സങ്കല്പമുണ്ട്. മാത്രമല്ല 5 തിരി ശിവന്റെ 5 മുഖങ്ങളാണ് എന്ന് സങ്കല്പിക്കപ്പെടുന്നു. അത് തീപ്പെട്ടിക്കൊള്ളി കൊണ്ട് കത്തിക്കാൻ പറ്റൂല, അത് കരിന്തിരി കത്തിച്ച കുഴപ്പമില്ല. 7 ഗസ്റ്റ് വന്ന 7 തിരിയിടും, 9 ഗസ്റ്റ് വന്ന 9 തിരിയിടും. അതാണ് സാമൂഹികമായി നടക്കുന്നത്. അത് ഇപ്പൊ നിങ്ങൾ കൊണ്ടുവന്ന കുറെ കാര്യങ്ങൾ ഉണ്ടാവും. ഇപ്പോഴത്തെ കാര്യമല്ലേ അത്? ഇവിടെ ഇപ്പോഴത്തെ കാര്യമല്ലേ നമ്മൾ പറയേണ്ടത്? മതപരമായി അതിന്റെ താല്പര്യം കൂടെ ഇതിൽ അന്തർലീനമാണ്. അത് നിഷേധിക്കരുതെന്ന് പറയുന്നത്. ശ്രീ അബ്ദുൽ ഹമീദ്, ഇത് വലിയൊരു സമ്മർദ്ദം നിങ്ങൾ ഉണ്ടാക്കുകയാണ്. ഇപ്പോൾ സംസ്ഥാന മന്ത്രിസഭയിലെ മുസ്ലിം മന്ത്രിമാർക്ക് പോലും ഈ സമ്മർദ്ദത്തിൽ അടിപ്പെടേണ്ടി വരികയാണ്. ഇനി അങ്ങോട്ടുള്ള ചടങ്ങുകളിൽ അവർക്ക് ധൈര്യമായിട്ട് പോയി നിലവിളക്ക് കൊളുത്താൻ പറ്റില്ല. ഒരു പോയിന്റ്, കൊളുത്തിയത് മാത്രമല്ല വിവാദം, വിവാദമാണ്. സോഷ്യൽ മീഡിയ ഒരാൾ സംസാരിക്കൂ. അനിൽ എന്താണ്? എനിക്കൊരു സംശയം. ശ്രീ അമീർ സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്. നിലവിളക്കിന്റെ മുകളിൽ ശിവനും നടുക്ക് ലക്ഷ്മിയും താഴെ ശ്രീകൃഷ്ണനുമാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ചേരമാൻ പെരുമാൾ പള്ളിയിൽ ഇരിക്കുന്ന ആ വിളക്കിലും ഇത് തന്നെ ഉള്ളൂ. അവിടെ എത്ര വിളക്ക് തിരിയിട്ടാ കത്തിച്ചിരിക്കുന്നത്? 5 ആണെങ്കിൽ ശിവൻ തന്നെയാണല്ലോ അവിടെ ഉള്ളതും. അതെന്താണ് എടുത്തു മാറ്റാത്തത്? അതാണ് എനിക്ക് അറിയേണ്ട കാര്യം. ഓൾറെഡി ബിദ്അത്താന്ന് പറയുന്ന സാധനമാണ്. നിങ്ങൾ ആരോടെ ചോദിക്കണത്? ഇവരെ സംബന്ധിച്ചിടത്തോളം അത് ബിദ്അത്താണ്. ഇത് അനാചാരാണെന്ന് പറയുന്ന ടീമാണ് ഇവിടെ ഇരിക്കുന്നത്. അത് വെളിച്ചം കൊണ്ടുവരാൻ എന്നുള്ളതാണ് അല്ലെ അമീർ? അങ്ങനെയല്ലേ, വെളിച്ചം കൊണ്ടുവരാൻ എന്നുള്ളതാണ്. തമ്മിൽ ഈ നടത്തുന്ന സാധനമാണ് ഈ തക്ഫീർ എന്ന് പറയുന്ന സംഗതി. അങ്ങോട്ടും ഇങ്ങോട്ടും കാഫിറാക്കുന്ന ടീമിനെയാണ് ഇവിടെ വിളിച്ചിരുത്തിയിരിക്കുന്നത്. നിങ്ങൾ അവരോടാണ് ഈ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഇവിടെ അമീർ ആണെങ്കിൽ ഇവിടെ പറയുന്നത് കേട്ടു. അതായത് വിവാദം ഉണ്ടായി കഴിയുമ്പോൾ ആരാണ് ഈ വിവാദം ഉണ്ടാക്കുന്നത്? നിങ്ങൾ തന്നെയല്ലേ ഉണ്ടാക്കുന്നത്. ഇവിടെ ഈ പറയുന്ന സാധനം വിവാദം ഉണ്ടാക്കിയത് ഇവിടുത്തെ ഏതെങ്കിലും ഹൈന്ദവ സംഘടനയാണോ? ഏതെങ്കിലും ക്രൈസ്തവ സംഘടനയാണോ? മാധ്യമങ്ങളാണ് ഇവിടുത്തെ വിവാദം ഉണ്ടാക്കിയതല്ല. ഇവിടെ ഹുസൈൻ സലഫി വന്ന് പറയുന്നു, സമസ്തയുടെ നേതാവ് വന്ന് പറയുന്നു, ഇപ്പൊ നിങ്ങളും വന്നിരുന്ന് കൂത്തിരുന്ന് പറയുന്നു ഇതേ സാധനം തന്നെ. നിങ്ങളല്ലേ വിവാദം ഉണ്ടാക്കുന്നത്? വിവാദം ഉണ്ടാക്കിയിട്ട് നിങ്ങൾ അതിന് നമ്മളെ മറുപടി പറയുമ്പോൾ അബ്ദുൾ റബ്ബ് കത്തിക്കാതിരുന്നത് എന്തിനാണ്? അത് സാധാരണ സ്വാഭാവികമായിട്ടും ആളുകൾ അവിടെ നിന്ന് ഞാൻ മതപരമായിട്ട് അത് ചെയ്യുന്നില്ല. നിങ്ങൾ ഈ പറയുന്ന മുസ്ലിങ്ങൾ സ്വയം നടത്തിവെക്കുന്ന ഈ അപരവൽക്കരണം അത് നാട്ടുകാർ ചൂണ്ടിക്കാണിക്കും. ഇനി നിങ്ങൾ അങ്ങനെ സ്വയം അപരവൽക്കരിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളെ അപരവൽക്കരിക്കുന്ന സംഘികൾ ഞങ്ങളെ വേട്ടയാടുന്നതെന്ന് പറഞ്ഞിട്ടുള്ള നിലവിളി ആദ്യം നിർത്താൻ പഠിക്കണം. ഇത് രണ്ടും കൂടി നിങ്ങൾക്ക് ഈ എന്താ പറയാ തവിട് തിന്നേയും ഓടക്കുള്ളത് രണ്ടും കൂടി നടക്കില്ല. ഒന്നുകിൽ നിങ്ങൾ ഈ അപരവൽക്കരണം സ്വയം നടത്തുന്നത് നിർത്തുക. പൊതുസമൂഹം ചെയ്തു പോരുന്ന സാംസ്കാരികമായ സംഗതികളെ, അതിപ്പോ മുസ്ലിങ്ങളുടെ സാംസ്കാരികമായ സംഗതികളെ മറ്റുള്ളവർ എങ്ങനെയാണോ ഏറ്റെടുക്കുന്നത് അത് കാണുമ്പോൾ നിങ്ങൾ എങ്ങനെയാണോ അവരെ സ്വീകരിക്കുന്നത്? ഇപ്പൊ ഒരു മുസ്ലിം നോമ്പെടുക്കുന്ന പോലെ ഒരു അമുസ്ലിം വന്ന് നോമ്പെടുത്താൽ നിങ്ങൾ ആഘോഷമല്ലേ? നിങ്ങൾ ഇവിടെ എന്തെല്ലാം കാട്ടിക്കൂട്ടും.
ആരെങ്കിലും ഒരാൾ നബിദിനത്തിന് ഒരു നോട്ടുമാല ഇട്ടു, അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളം തന്നാൽ നിങ്ങളുടെ നാട് മുഴുവൻ കൊട്ടിഘോഷിക്കുമല്ലോ. തിരിച്ചങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ പറയാറ്? നിങ്ങൾ അവിടെ ഹദീസാണ് നിങ്ങൾ അവിടെ ഇറക്കാറുള്ളത്. നിങ്ങൾ ഏതാണ് ഹദീസ് ഇറക്കാറുള്ളത്? അവിടെ നിങ്ങൾ മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ തന്നെയല്ലേ ആളുകളെ കുത്തിത്തിരിപ്പുണ്ടാക്കുന്നത്. ആരെങ്കിലും മറ്റൊരു സമുദായത്തിന്റെ കാര്യങ്ങളെ ചെയ്താൽ നിങ്ങൾ അവരിൽപ്പെട്ടവരാണെന്ന് പറഞ്ഞിട്ട് ഓണത്തിനെ നിങ്ങൾ വിലക്കുന്നു, നിങ്ങൾ ക്രിസ്മസിനെ നിങ്ങൾ വിലക്കുന്നു, ഇപ്പൊ നിലവിളക്കിനെ വിലക്കുന്നു. അപ്പോൾ നിങ്ങളുടെ സംഗതികൾ ആരെങ്കിലും ഏറ്റെടുത്താൽ അത് നിങ്ങൾ ആഘോഷിക്കും. അത് ഭയങ്കര കൾച്ചറൽ അമാൽഗമേഷൻ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ അതിനങ്ങോട്ട് വലിയ തോതിൽ പോരിഷ. തിരിച്ചാരെങ്കിലും അങ്ങനെ ചെയ്യുന്നത് കാണുമ്പോൾ ഒരു സമൂഹമായിട്ട് നിൽക്കുമ്പോൾ കൊടുത്തും കൊണ്ടുപോകാൻ നിൽക്കേണ്ടത് നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടാണോ? അപ്പോൾ നിങ്ങൾ സ്വയം അപരവൽക്കരിച്ച് കഴിയുമ്പോൾ അത് നിങ്ങളെ തന്നെയാണ് കുഴി ചാടിക്കുക. അതെപ്പോഴാണ് നിങ്ങൾ മനസ്സിലാക്കുക? ഇവിടെ ഈ ചേരമാൻ പള്ളിയുടെ കാര്യം പറയുമ്പോൾ ഞാനതാ പറയുന്നത്. ചേരമാൻ പള്ളിയിൽ അവിടെ നടക്കുന്ന സംഗതികൾ, അല്ലെങ്കിൽ ഇതേപോലെ മക്ബറകളിൽ നടക്കുന്ന സംഗതികളെ അതിനെ ഷിർക്കെന്നും അത് ശരിയല്ല എന്നും ബിദ്അത്താണെന്നും പറഞ്ഞ് നടക്കുന്ന ടീമാണ് ഇവിടെ ഇരിക്കുന്നത്. ഇവർ അതിനോട് യോജിക്കുന്നുണ്ട്. പക്ഷെ അവർ സിബ് അടയ്ക്കുമ്പോൾ ജിന്നു കൊടുങ്ങുന്നു പറയുന്ന ടീം കൂടിയാണ് കേട്ടോ ഈ അമീറൊക്കെ. അതും കൂടി നമ്മൾ സമ്മതിക്കണം. അബ്ദുള്ള ബാസിലെ പോലുള്ള ടീം അതൊക്കെ ഏറ്റുപിടിക്കും. അപ്പൊ അതൊക്കെ അവർക്ക് ഓക്കെയാണ്, ഭൂമി പരന്നതാണെന്നൊക്കെ അവർ സമ്മതിക്കും. പക്ഷെ ഇതുപോലുള്ള സംഗതികൾ വരുമ്പോൾ അവർക്ക് അത് കൊള്ളില്ല. അതാണ് അവരുടെ പ്രശ്നം. അപ്പൊ നിങ്ങളുടെ ഈ വിശ്വാസ തീക്ഷ്ണതയും ഈ സാധനവും നിങ്ങൾ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾ പറയാ, ഒന്നുകിൽ അതിനെ നിങ്ങൾ മുറുകെ പിടിച്ച് നിൽക്കുക. അവിടെ പിന്നെ വിശ്വാസ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ് എഴുന്നള്ളിക്കാൻ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് മതപണ്ഡിതന്മാർ ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കും, അത് സ്വീകരിക്കേണ്ടവർക്ക് സ്വീകരിക്കാം എന്നുള്ളതാണ്. പക്ഷെ താങ്കളുടെ സംശയം എപ്പോഴും വരുന്നത് ഇത് ഇന്ന വ്യക്തികൾ, ചില വ്യക്തികൾ ചെയ്യുമ്പോൾ മാത്രം ഇതൊരു ശാസ്ത്രയുടെ രൂപത്തിലേക്ക് വരുന്നു എന്നുള്ളതാണല്ലോ. പക്ഷെ അങ്ങനെയല്ല എന്നാണ് ഇവിടെ ഹമീദ് മാഷും പറയുന്നത്, അമീറും പറയുന്നത്. അല്ല, ഇരട്ടത്താപ്പാണ്. ഒരു കാര്യം, ഇസ്ലാമികമായിട്ടുള്ള അനുശാസനം ലോകം മുഴുവൻ കോമൺ ആയിരിക്കണമല്ലോ. ഏക ദൈവത്തിൽ വിശ്വസിക്കുകയും ഏക പ്രവാചകനിൽ വിശ്വസിക്കുകയും ഏക ഗ്രന്ഥത്തിൽ വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ ഇതിന് ലോകം മുഴുവൻ ഒരു കോമൺ പാറ്റേൺ ഉണ്ടാകണം. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഇസ്ലാമിക വിശ്വാസികൾ കഴിയുന്ന രാഷ്ട്രമാണ് ഇന്തോനേഷ്യ. ഇന്തോനേഷ്യയുടെ റിസർവ് ബാങ്ക്, കേന്ദ്ര ബാങ്കിന്റെ പേരെന്താണ്? ബാങ്ക് ഓഫ് കുബേര എന്നാണ്. അവിടെ ഭാരതത്തിലുള്ളതിനേക്കാൾ കൂടുതൽ അവിടുത്തെ നോട്ടുകളിൽ മഹാലക്ഷ്മിയുടെയും ഗണപതിയുടെയും ചിത്രങ്ങൾ പ്രിന്റ് ചെയ്ത് പ്രസിദ്ധീകരിക്കാറുണ്ട്. അവിടെ ഒന്നും അനിസ്ലാമികമായിട്ട് ഇതിനെ എതിർക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം ഈ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാലത്തും ഒരു ഇരുണ്ട യുഗത്തിലേക്ക് ഇസ്ലാമിനെ നയിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്റെ ചോദ്യത്തിന് ഇവരാരും ഉത്തരം തന്നില്ല. അമീർ പറയുകയുണ്ടായി, ഈ ചേരമാൻ പള്ളിയിൽ ഇരിക്കുന്ന വിളക്കിലും ഇതേപോലെ തന്നെ ലക്ഷ്മിയും ശിവനും വിഷ്ണുവും ഒക്കെ വസിക്കുന്നുണ്ടല്ലോ. എന്തേ ആ വിളക്ക് തല്ലിക്കെടുത്താത്തത്? എന്തേ ആ വിളക്കെടുത്ത് വെളിയിലേക്ക് എറിയാത്തത്? ഇതാണ് കാരണം. ഇതേപോലെ തന്നെയാണ് കേരളത്തിൽ കുറെ കാലം മുമ്പ് 1998 ഓഗസ്റ്റ് മാസം 20-ാം തീയതിയിലെ മാധ്യമം ദിനപത്രത്തിനകത്തൊരു വാർത്ത വന്നിരുന്നത്. എന്തായിരുന്നു അറിയാവോ വാർത്ത? ഒരു മുസ്ലിം കിഡ്നി ആവശ്യമുണ്ട് എന്നുള്ളതായിരുന്നു ആ പരസ്യം. എന്ന് പറഞ്ഞാല് ഒരു മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു ജീവൻ നിലനിർത്താൻ പോലും ഒരു മതത്തിന്റെ ആൾക്കാരുടെ കിഡ്നി വേണമെന്ന് ആവശ്യപ്പെടുന്ന രീതിയിലേക്ക് ഒരു പത്രവാർത്ത 98 ഓഗസ്റ്റ് മാസം 20-ാം തീയതി പ്രസിദ്ധീകരിച്ചിരുന്നു. കൃത്യമായ തെളിവുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അതേപോലെ തന്നെ കുറെ കാലത്തിന് മുമ്പ് മാവേലിക്കര സ്വദേശിയായിട്ടുള്ള ഒരു പെൺകുട്ടി ലേഖ നമ്പൂതിരി എന്ന് പറയുന്ന, ശ്രീ രാഹുൽ ഈശ്വരൻ അറിയായിരിക്കാം, ലേഖ നമ്പൂതിരി എന്ന് പറയുന്ന ഒരു ബ്രാഹ്മണ പെൺകുട്ടി പൊന്നാനി സ്വദേശിയായ ഷാഫിക്ക് കിഡ്നി ദാനം ചെയ്തു. പക്ഷേ ഈ പെൺകുട്ടിയാണ് ആ കിഡ്നി ദാനം ചെയ്തതെന്ന് അറിഞ്ഞപ്പോൾ കേരളത്തിലുണ്ടായ വിവാദവും നമ്മൾക്ക് മറക്കാൻ സാധിക്കില്ല. ഇതാണ് പ്രശ്നം. കേരളത്തിൽ ഇസ്ലാമികമായിട്ടുള്ള പഴയ കാലത്തിലേക്ക് അതിന്റെ ചരിത്രത്തിനെ കൊണ്ടുപോകുക എന്നുള്ള ലക്ഷ്യം UDFന്റെ ഭരണകാലത്ത് കൃത്യമായി നടപ്പാക്കുന്നുണ്ട്. താങ്കൾ മനസ്സിലാക്കണം, കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രവേശനോത്സവ ദിവസം കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി അനുഭവിച്ച ബുദ്ധിമുട്ട് ആ ചിത്രത്തിൽ നോക്കിയാൽ കാണാൻ സാധിക്കും. അതാണ് ഞാൻ പറഞ്ഞത്. ഇനി അങ്ങോട്ട് കേരളത്തിലെ മുസ്ലിം മന്ത്രിമാർ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണിത്. അവർ സമ്മർദ്ദത്തിലാണ് ഇപ്പോൾ തന്നെ. 100% ലീഗിന്റെ മാത്രമല്ല. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ദേവസ്വം ബോർഡിനെ പറ്റി ഒരു ചർച്ച കേരള നിയമസഭയിൽ വരുമ്പോൾ മുസ്ലിം നാമധാരികളായിട്ടുള്ള MLA-മാർ യാതൊരു അഭിപ്രായവും പറയരുത്. അത് ഹിന്ദുവിന്റെ ദേവതാ സങ്കല്പത്തിന്റെ കാര്യമായതുകൊണ്ട് ഇന്റൻഷൻ വേറെയാണെന്ന് പറഞ്ഞുകൊണ്ട് ഫത്വ പുറപ്പെടുവിക്കാൻ ഇവർക്ക് സാധിക്കുമോ? ഉത്തരം പറയണം. അവിടെയാണ് പ്രശ്നം വരുന്നത്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുക്കപ്പെട്ട MLA എന്ന് പറയുന്ന വ്യക്തി അവൾ പള്ളി കമ്മിറ്റിയിലേക്ക് തെരഞ്ഞെടുത്ത ആളല്ല. ആ മണ്ഡലത്തിലെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും സംയുക്തമായി വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ആളാണ്. അവരൊരു ഹോട്ടൽ ഉദ്ഘാടനത്തിന് പോയപ്പോൾ അവരുടെ ഇന്റൻഷൻ എന്താണ്? ആ കടയുടെ ഒരു ബഹുസ്വര സമൂഹത്തിലാണല്ലോ നമ്മൾ ജീവിക്കുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല എന്നൊരു വലിയ പോരായ്മയാണ് കേട്ടോ. അതുപോലെ തന്നെ അമീർ മറ്റൊരു കാര്യം, ഈ മുസ്ലിം പള്ളികളിലെ കാര്യം പറയുന്നില്ല. അമീർ അതിനുള്ള മറുപടി കൃത്യമായിട്ട് കിട്ടിയിട്ടില്ല എന്നാണ് അനിൽ പറയുന്നത്. അമീർ, വിചിത്രമാണ്. കാരണം ഒന്ന്, മുസ്ലിങ്ങളെ സംബന്ധിച്ചോളം അവര്
ഇന്തോനേഷ്യയിലേക്കും ഇറാഖിലേക്കും ഇറാനിലേക്കും പാകിസ്ഥാനിലേക്കും എല്ലാ രാജ്യങ്ങളിലേക്കും നോക്കിയിട്ട് അവിടെയുള്ള മുസ്ലിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ശരിവെച്ചുകൊണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് ജീവിക്കേണ്ടത്. കാര്യങ്ങൾ അല്ലല്ലോ സാർ ദുർവ്യാഖ്യാനം ചെയ്യല്ലേ. ഏകദൈവ വിശ്വാസമല്ലേ ഇവിടെ പറഞ്ഞത് ശ്രീ ഹമീദ്? അങ്ങനെയല്ലല്ലോ പറഞ്ഞത്, ദുർവ്യാഖ്യാനം മനസ്സിലാക്കേണ്ടത് ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള വിഷയമാണ്. ശരി, അമീറിനോടായിരുന്നു ചോദ്യം. അമീർ, ആശയമേ ഉണ്ടാകാവൂ. ശരി, അനിൽ മിണ്ടാതിരിക്കും. അമീർ, അത് പരിശോധിക്കണം. ഏതാണ് ശരി എന്നുള്ളത്. രാഹുൽ ഈശ്വർ പിന്നെ അടക്കം ഇതിൽ വലിയൊരു തെറ്റിദ്ധാരണ, ബഹുസ്വരത മനസ്സിലാക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര കഷ്ടമാണെന്നൊക്കെ മുഖത്ത് കാണുന്നുണ്ട്. ഞാന് പിന്നെ വളരെ ഒരു ഗുണകാംക്ഷയോട് കൂടി പറയാണ്. അതായത് നമുക്ക് ഈ ബഹുസ്വരത നിലനിൽക്കണമെങ്കിൽ ഏതൊരു വിശ്വാസിക്ക്, ഇന്ത്യയിൽ ഏതൊരു മതം ആചരിക്കുന്ന വ്യക്തിക്കും അവരുടെ മതപരമായ ആചാരം ഏത് പബ്ലിക് സ്ഫിയറിലും അത് ആ സ്റ്റാൻഡിൽ നിൽക്കാനുള്ള ഒരു അവകാശം ഉണ്ടാവണം. അപ്പോൾ പൊന്നാനി പള്ളിയിലും ചേരമാൻ പള്ളിയിലും വിളക്ക് കൊളുത്തുന്ന മുസ്ലിങ്ങൾ ഉണ്ടെങ്കിൽ അത് അവരുടെ അവകാശം അവർ ചെയ്യട്ടെ. ഫാത്തിമ തഹ്ലിയ വിളക്ക് കൊത്തുന്നുണ്ടെങ്കിൽ അത് അവരുടെ അവകാശം അവർ ചെയ്യട്ടെ. അങ്ങനെയാണെങ്കിൽ ഒരു പൊതു ചടങ്ങിൽ അബ്ദുൾ റബ്ബ് വിളക്ക് കൊളുത്താതെ മാറി നിൽക്കുന്നുണ്ടെങ്കിൽ അത് അബ്ദുൾ റബ്ബിന്റെ മതപരമായ അവകാശമാണ്. അതിനെന്തിനാണ് ആഴക്കടലിൽ നിന്ന് കയറി വന്നിട്ട് അതിനെ എതിർക്കാനും ഇതിനൊക്കെ നിൽക്കുന്നത്? അവിടെയാണ് വിവാദം ഉണ്ടാവുന്നത്. ആ വിവാദങ്ങൾ ഉണ്ടാക്കാൻ നിൽക്കുമ്പോഴാണ് മുസ്ലിം പണ്ഡിതന്മാർക്ക് ഇടപെടേണ്ടി വരുന്നത്. അപ്പൊ അവിടെ ഈ എന്തുകൊണ്ട് അദ്ദേഹം പറയട്ടെ, അമീർ പറയട്ടെ. എല്ലാവരും കൂടെ പറഞ്ഞാൽ കേൾക്കില്ല, അതുകൊണ്ടാണ് അമീർ പറയട്ടെ. നദിയായ ഗംഗ എന്ന പേരൊരു മന്ത്രിമന്ദിരത്തിൽ ഇട്ടപ്പോൾ ഞാൻ താമസിക്കത്തില്ലെന്ന് അബ്ദുൾ റബ്ബ് പറഞ്ഞപ്പോൾ അയാളുടെ ഉള്ളിൽ എന്താണ്? ആ പേര് ഗ്രേസ് എന്ന് മാറ്റിയപ്പോൾ അയാൾ താമസിച്ചല്ലോ. എന്തായിരുന്നു വിലക്ക്? ഗംഗ ഒരു ഭാരതത്തിലെ നദിയല്ലേ? PSCക്ക് ഒരു ചോദ്യം ചോദിക്കുകയാണ്, ഭാരതത്തിലെ ഏറ്റവും വലിയ നദി ഏതാണെന്ന് ചോദിച്ചാല് മുസ്ലിം നാമധാരികൾ ഗംഗ എന്ന് എഴുതത്തില്ലല്ലോ. അങ്ങനെ വരുമ്പോൾ ഈ പറയുന്നതിനൊക്കെ കുറച്ച് യുക്തി വേണം. 14ാം നൂറ്റാണ്ടിലെ 1400 വർഷം മുമ്പുള്ള രീതിയിലേക്ക് ഭാരതത്തിനെയും ഈ ഇസ്ലാം വിശ്വാസത്തെ കൊണ്ടുപോകരുത്. നിങ്ങൾ കാലഘട്ടം അനുസരിച്ച് സ്വയം നവീകരണം തെരഞ്ഞെടുക്കണം. പഴയ കാലത്തേക്ക് സ്ത്രീകളെ കൊണ്ടുപോകരുത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പഴഞ്ചൻ രീതിയിലേക്ക് ഈ സംസ്കാരത്തിനെ മാറ്റി കൊണ്ടുപോയി ഒരു പുരുഷ ആധിപത്യമായിട്ടുള്ള, പുരുഷ കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു വ്യവസ്ഥ കേരളത്തിൽ ഉണ്ടാക്കാനുള്ള മായ ശ്രമമാണ് നിങ്ങളുടെയൊക്കെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഇവിടെ വിളക്കല്ല പ്രശ്നം, ഫാത്തിമയാണ് പ്രശ്നം. ഫാത്തിമ ഇലക്ഷൻ നിന്നപ്പോൾ പോലും കേരളത്തിലെ മതപണ്ഡിതന്മാര് ഫത്വ പുറപ്പെടുവിച്ചു തുടങ്ങിയതാണ്. പിന്നെ അങ്ങ് സമ്മതിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ആരിഫ് ആരിഫിലേക്ക് വരുന്നതിന് മുമ്പ് ഹമീദ് മാഷ് അതിനുള്ള മറുപടി. ഹമീദ്, ഞാനത് ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ ആദ്യമായിട്ടല്ല വിളക്കുമായി ബന്ധപ്പെട്ട വിവാദമുണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഫാത്തിമ തഹ്ലിയ വിളക്ക് കൊളുത്തിയപ്പോഴാണ് കേരളത്തിൽ ആദ്യമായിട്ട് ഈ വിവാദമുണ്ടായത് എങ്കിൽ നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. അതല്ലല്ലോ, കഴിഞ്ഞ 10-15 വർഷമായിട്ട് കേരളത്തിൽ പല ഘട്ടങ്ങളിലായി സമയങ്ങളിലായി ഇത് ഉയർന്നു വന്നിട്ടുണ്ട്. ആ സമയത്തൊക്കെ തന്നെയും സമാനമായ ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് വേറെ മറുപടി ആവശ്യമില്ല. ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചോട്ടെ. ലോകത്തിലെ ഏറ്റവും വലിയ മുസ്ലിം രാജ്യമായ ഇന്തോനേഷ്യയിലെ ഒരു കറൻസി നോട്ടാണ്. ഈ കറൻസി നോട്ടിൽ ഗണപതിയുടെ ചിത്രവും അവരുടെ ബാങ്കിന്റെ പേര് അല്ലെങ്കിൽ അവരുടെ എയർലൈൻസിന്റെ പേര് ഗരുഡ ഇന്തോനേഷ്യ. ഹമീദ് മാഷ് പറഞ്ഞിരുന്നു ലോകത്തിലെ മറ്റു രാജ്യങ്ങളിലേക്ക് നോക്കിയിരുന്നു കൊണ്ട് ഇവിടുത്തെ മുസ്ലിങ്ങൾ ഒരു നിലപാടെടുക്കണോ എന്നുള്ള ചോദ്യം. അല്ലല്ല, ദയവായി ശ്രദ്ധിക്കൂ. അല്ലല്ല, അതിന് മറുപടിയുണ്ട്. ദയവായി ശ്രദ്ധിക്കൂ. അവർ പറയുന്ന ഒരു ആംഗിൾ എന്താ അറിയോ? ഞങ്ങൾ സാംസ്കാരികപരമായി ഇന്ത്യയോട് ചേർന്ന് നിൽക്കുന്നവരാണ്. ഉദാഹരണം, അവിടെ രാം മുഹമ്മദ് വളരെ കോമൺ ആയിട്ടുള്ള ഒരു മുസ്ലിം നെയിമാണ്. ലോകത്തിലെ ഏറ്റവും മികച്ച രാമായണ സെലിബ്രേഷൻസ് നടക്കുന്നത് ഇന്തോനേഷ്യയിലാണ്. അവരിതിനെ കൾച്ചറലായി കണ്ട് അപ്രീഷിയേറ്റ് ചെയ്യുന്നു. നമ്മളതിനെ, ഞാൻ ശ്രീരാമൻ എനിക്ക് ദൈവമാണ്, ഞാൻ ദൈവമായി കണ്ട് അപ്രീഷിയേറ്റ് ചെയ്യുന്നു. വ്യത്യസ്ത രീതികളിൽ കാണാം. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഇസ്ലാമിക് ജൂറിസ്പ്രുഡൻസ് പ്രകാരം പോലും ഫാത്തിമ തഹ്ലിയ ചെയ്തത് തെറ്റാണെന്ന് പറയാൻ കഴിയില്ല. വേറൊന്നും കൊണ്ടല്ല, ഫാത്തിമയ്ക്ക് അതിലെ ഇന്റൻഷന് പ്രശ്നമല്ല. ഇനി അടുത്തൊരു പ്രധാന കാര്യം, ഇവിടെ പലപ്പോഴും ന്യായീകരണങ്ങൾ ഉണ്ടാക്കുമ്പോൾ സമൂഹത്തിൽ പരസ്പരം സ്പർദ്ധയോ അല്ലെങ്കിൽ പരസ്പരം ഭിന്നതയോ ഹിന്ദു മുസ്ലിം പരസ്പരം അകലുന്നതിനുള്ള കാരണമായി നമ്മൾ ഈ ഇന്റർപ്രിട്ടേഷൻ കൊണ്ടുവരുന്നതിന് കാര്യമുണ്ടോ? ഇതിനെ കൾച്ചറൽ സിംബൽസ് അല്ലേ? നേരത്തെ പറഞ്ഞ പോലെ സൺഡേ നമ്മൾ ഹോളിഡേ ആയിട്ട് എടുക്കുന്നു. എന്തുകൊണ്ടാണ്? അത് ജൂഡിയോ ക്രിസ്ത്യൻ പാരമ്പര്യത്തിൽ നിന്ന് വരുന്നതാണ്. ഞങ്ങൾക്കെല്ലാം, അതായത് ഹിന്ദു കുട്ടികൾക്കടക്കം ഉച്ചയ്ക്ക് 2 മണിക്കൂർ വെള്ളിയാഴ്ച സ്കൂളുകളിൽ നിന്ന് ഒരു ടൈം പീരീഡ് എക്സ്ട്രാ തരാറില്ലേ? എന്തുകൊണ്ടാണ്? നമ്മുടെ മുസ്ലിം സഹോദരന്മാർക്ക് പള്ളിയിൽ പോയി തൊഴിൽ തിരിച്ചു വരാനുള്ള സമയം കൊടുക്കണം. നമ്മൾ ബഹുസ്വരത എന്ന് പറയുമ്പോൾ നമ്മുടെ വിശ്വാസത്തെ ഡൈല്യൂട്ട് ചെയ്യണ്ട. നമ്മുടെ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ കോമണായ കുറെ കാര്യങ്ങൾ അംഗീകരിക്കണ്ടേ?
ഇനി അങ്ങ് ആലോചിക്കേണ്ട കാര്യം, വന്ദേമാതരം പോലെ ഏറ്റവും സെൻസിറ്റീവായ നമ്മുടെ നാഷണൽ സോങ്ങിൽ നമ്മുടെ ദേശീയ നേതാക്കൾ തീരുമാനിച്ചത് നിങ്ങൾക്ക് മുസ്ലിം സമൂഹത്തിന് എന്തെങ്കിലും വിഷമം ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യത്തെ 2 പാരാഗ്രാഫ് മതി എന്നാണ് ഗാന്ധിജിയും ടാഗോറും ഒക്കെ തീരുമാനിച്ചത്. അപ്പൊ ഏറ്റവും അക്കോമഡേറ്റ് ചെയ്തല്ലേ ഒരു രാജ്യം അങ്ങോട്ടും ഇങ്ങോട്ടും പോകേണ്ടത്. അതായത് വന്ദേമാതരം പോലെ അക്കോമഡേഷൻ ഇല്ല രാഹുൽ സർ, ഇവിടെ അക്കോമഡേഷൻ കിട്ടുന്നില്ല. കാരണം ഇവിടെ എന്തുകൊണ്ടാണ് മാറി നിൽക്കുന്ന മുസ്ലിം പ്രതിനിധികൾ ആക്രമിക്കപ്പെടുന്നത്? അങ്ങനെ ആക്രമിക്കണമെന്ന് ആരും പറയുന്നില്ല. പക്ഷെ അമീർ ഒരു ചോദ്യം ചോദിച്ചോട്ടെ, അമീർ ദൈവശാസ്ത്രമൊക്കെ പഠിക്കുന്നതാണല്ലോ. ഞാൻ പറഞ്ഞ പോയിന്റ്, ഫാത്തിമ തഹ്ലിയയുടെ നിയത്തല്ലേ നോക്കേണ്ടത്? ഇന്റൻഷൻ നോക്കിയാൽ ഫാത്തിമ സുഹൃത്ത് രാഹുൽ ഈശ്വറിന്റെ ഒരു തെറ്റിദ്ധാരണ മാത്രമാണ്. ഒരു സൽക്കർമ്മം ചെയ്യുമ്പോഴാണ് നിയത്ത് നോക്കേണ്ടത്. ഒരു പിന്നെ ദുഷ്കർമ്മമാണെന്നാണോ പറയുന്നത്? നിങ്ങൾ ചെയ്യുമ്പോ ദുഷ്കർമ്മമല്ല, ഒരു മുസ്ലിം വിശ്വാസപ്രകാരം ആ നാട് മുറിക്കുന്നതിന് കുഴപ്പമില്ല, നാട് അത്രയും മുറിക്കാം. ഇവിടെ അഗ്നി എന്നുള്ളത് അഗ്നി സാക്ഷിയാക്കുന്നു, അഗ്നി ദേവനെയാക്കുന്നു. തമിഴ്നാട്ടിൽ അഗ്നി ഒരു ശിവക്ഷേത്രം ഉണ്ടല്ലോ, പിന്നെ അഗ്നി ആരാധിക്കുന്ന അഗ്നി ആരാധിക്കാൻ ചിന്തിച്ചാണ് ആ പേരാമ്പ്രയിലെ റെസ്റ്റോറന്റുകാർ വിളക്ക് വെച്ചെന്ന് അങ്ങേക്ക് തോന്നുന്നുണ്ടോ? അത് അവരുടെ സ്വാതന്ത്ര്യമാണ്, അത് നമ്മൾ അനുഭവിച്ചു. അത് കോൺസ്റ്റിറ്റ്യൂഷണൽ അക്കോമഡേഷൻ ആണ്. ആ കോൺസ്റ്റിറ്റ്യൂഷണൽ അക്കോമഡേഷന്റെ റൈറ്റ് ഫാത്തിമ തഹ്ലിയക്ക് കിട്ടുന്നത് പോലെ അബ്ദുൾ റബ്ബിനും കിട്ടണം, ഇവിടുത്തെ ഏത് മുസ്ലിമിനും കിട്ടണം. അത് വിളക്ക് കൊളുത്താൻ ആ കാര്യം എന്ന് പറയുന്നത് ഈ വിളക്ക് കൊളുത്താതെ മാറി നിൽക്കുന്ന മുസ്ലിങ്ങൾക്ക് അത് കിട്ടുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വാദം. നേരത്തെ ഹമീദും പറഞ്ഞിരുന്നു, അതായത് അബ്ദുൾ റബ്ബിന് ആ അവകാശം കിട്ടിയിരുന്നില്ല. അദ്ദേഹത്തിനെതിരെ തെരുവിൽ പോലും പ്രതിഷേധമുണ്ടായിരുന്നു. അന്ന് ഓർക്കുന്നുണ്ടല്ലോ, SFIക്കാർ നിലവിളക്ക് കൊളുത്തിയാണ് പ്രതിഷേധിച്ചത്. അതായത് അബ്ദുൾ റബ്ബ് കത്തിച്ചപ്പോൾ നമ്മൾ പ്രശ്നം ഉണ്ടാക്കിയെന്നാണ് പറയുന്നത്. ശരിയാണ്, കത്തിക്കാതിരുന്നപ്പോൾ. അതായത് നമ്മൾ ഇതിപ്പോൾ ഏഴാനാകാശത്തു നിന്ന് വന്നാലായാലും ശരി, ആഴക്കടലിൽ നിന്ന് വന്നതായാലും ശരി, അബ്ദുൾ റബ്ബിനെ പോലെയുള്ള ഒരാൾ ഇതുപോലെ ഒരു സംഗതി ചെയ്തു വെക്കുമ്പോൾ അതൊരു തീവ്ര ഇസ്ലാമിക സ്വഭാവമാണ് എന്ന് ചൂണ്ടിക്കാനുള്ള അവകാശം ഇവിടെ ഉണ്ട്. എന്തുകൊണ്ടാണ്? കാരണം നിങ്ങൾ തന്നെയല്ലേ ഇവിടെ ഏതെങ്കിലും ഒരു ഹൈന്ദവ വിശ്വാസി എന്തെങ്കിലും ഒരു സാധനം ചെയ്തു കഴിയുമ്പോൾ ദേ കണ്ടോ അത് സനാതന ധർമ്മത്തിന്റെ അപ്രമാദിത്യം അല്ലെങ്കിൽ ഹിന്ദുത്വവൽക്കരണത്തിന്റെ സാധനമാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കുന്നത് പോലെ ഇത് പറയാനുള്ള അവകാശം ഇവിടെ ഉണ്ട് ആളുകൾക്ക്. അതിവിടെ ചൂണ്ടിക്കാണിക്കും. അങ്ങനെ ചൂണ്ടിക്കാണിക്കുന്ന സമയത്ത് നിങ്ങളാണ് അവിടെ കിടന്ന് നിലവിളിക്കുന്നത്. അതിന് നിൽക്കരുതെന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഫാഷിസം എന്ന് പറഞ്ഞുകൊണ്ട് കാണിക്കുന്ന സാധനം എന്താണോ അതിന്റെ മറ്റൊരു വശമാണ് തീവ്രമായ ഇസ്ലാമിക വൽക്കരണം, താലിബാനിസം തന്നെയാണത്, ഒരു സംശയമില്ല. അങ്ങനെ വരുന്ന സമയത്ത് ആ വിളക്ക് കത്തിക്കാതിരിക്കുന്നതിനുള്ള കാരണമാണ് അവിടുത്തെ പ്രശ്നം. ഇപ്പൊ അബ്ദുൾ റബ്ബ് പറയണം എന്റെ കൈ കഴിക്കുന്നുണ്ട്, എനിക്ക് കത്തിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞാൽ ആരും ഒന്നും പറയില്ല. അതേസമയം അബ്ദുൾ റബ്ബ് എന്താ പറഞ്ഞത്? ഇതെനിക്ക് ഇസ്ലാമികമായിട്ട് പറ്റില്ല, അതുകൊണ്ട് ഞാൻ കത്തിക്കില്ല എന്ന് പറയുമ്പോൾ അത് പ്രശ്നം തന്നെയാണ്. എന്റെ പൊന്നമ്മിനെ, അതിനിപ്പോ ഏഴാനാകാശത്തു നിന്നല്ല ആഴക്കടലിൽ നിന്ന് വന്ന് പറഞ്ഞാലും അത് അങ്ങനെ തന്നെയാണ്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഓക്കെ, അവിടെ പിന്നെ നിങ്ങളിപ്പോ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബ്ദുൾ റബ്ബ് കാണിച്ച ആ താലിബാനിസത്തെ, ആ ഒരു തീവ്രവാദത്തെ നിങ്ങൾ വെളുപ്പിക്കാൻ നോക്കുകയാണ് ഈ ഒരു അവസരം കൂട്ടുപിടിച്ചുകൊണ്ട്. സത്യത്തിൽ ഇവിടെ നടക്കുന്ന എന്താണ്? ഇവിടെ നടക്കുന്ന എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തഹ്ലിയ ചെയ്ത ഒരു കാര്യത്തെ അതിനെ തടയാൻ നോക്കുന്നതാണ് നിങ്ങൾ ചെയ്യുന്നത്. ഇവിടുത്തെ നിങ്ങൾ അതിനെ തടയാൻ നോക്കുന്നതാണ് ഇവിടുത്തെ വയലൻസ്, അതാണ് ഇവിടുത്തെ ഫാഷിസം. അത് നിങ്ങൾ തിരിച്ചറിയുക. അവിടെ ആ വിശ്വാസ സ്വാതന്ത്ര്യം തഹ്ലിയക്കുള്ളത് നിങ്ങൾ അനുവദിച്ചു കൊടുക്കുന്നില്ല. ഇവിടെയാണ് നിങ്ങൾ അവരുടെ തലയിലേക്ക് കയറുന്നത്. സത്യത്തിൽ ഈ പറയുന്ന സംഗതി ഇത് ഞാൻ പറയുമ്പോഴല്ലേ പ്രശ്നം. അംബേദ്കർ എന്താ പറഞ്ഞത്? അതായത് ഇസ്ലാം ക്യാൻ നെവർ അലൗ എ ട്രൂ മുസ്ലിം ടു അഡോപ്റ്റ് ഇന്ത്യ ആസ് ഹിസ് മദർ ലാൻഡ് എന്ന് പറയുമ്പോൾ അതിൽ ഇതെല്ലാം പെടും. കാരണം എന്താണ്? ഒരു ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ അതിന്റെ എല്ലാ ആ വൈവിധ്യങ്ങളെയും അതിന്റെ ചരിത്രപരമായ സംഗതികളെയും അതിന്റെ സാംസ്കാരികമായ സംഗതികളെ ഉൾക്കൊണ്ടുകൊണ്ടൊരു മുസ്ലിം ഇവിടുത്തെ ഒരു മദർലാൻഡ് ആയിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഇസ്ലാം അതിന് സമ്മതിക്കുന്നില്ല എന്ന് തിരിച്ചറിഞ്ഞ് എഴുതി വെച്ച ആളാണ് അംബേദ്കർ. ഇത് പറയുമ്പോൾ ഏത് കാലഘട്ടമാണ് നിങ്ങൾ ഓർക്കുക? അത് ഇന്നും ഒരു തെറ്റുമില്ല എന്ന് മാത്രമല്ല, നിങ്ങളെ പോലെയുള്ള മതജീവികൾ ഇത് വന്ന് ഇവിടെ വീണ്ടും വീണ്ടും തെളിയിക്കുകയും കൂടി ചെയ്യുമ്പോൾ നമ്മളൊക്കെ പറയുന്നത് ഇവിടെ വാസ്തവമാണെന്ന് നാട്ടുകാർക്ക് കാണുകയാണ്, ഇവിടെ സാധിക്കുകയാണ്. അപ്പൊ ഇനിയെങ്കിലും നിർത്തുക. നിങ്ങൾ ഇതേപോലെ എവിടെയെങ്കിലും അപരവൽക്കരണം നേരിടുന്നുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദികൾ നിങ്ങൾ ഈ ഇറക്കുന്ന ആ അമിതമായ മതവൽക്കരണത്തിന്റെ ഈ താലിബാനിസത്തിന്റെ തന്നെ കാരണമാണെന്ന് ഇനിയെങ്കിലും ഓർക്കുക. അത് ഏഴാനാകാശത്ത് നിന്ന് വന്നാലും ശരിയാണ്, ആഴക്കടലിൽ നിന്ന് വന്നാലും ശരിയാണെന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. ഇനിയെങ്കിലും അത് ഓർക്കുക. ഓക്കെ, അബ്ദുൾ ഹമീദ്, ഇത് തീവ്ര ഇസ്ലാമിക വൽക്കരണം എന്ന രീതിയിലേക്ക് വ്യാഖ്യാനിക്കപ്പെടുകയാണ്. ആരിഫിന്റെ വാക്കുകൾ അതാണല്ലോ വരുന്നത്. അതിനുള്ള മറുപടി ശ്രീ അബ്ദുൾ ഹമീദ്, നിങ്ങൾ തന്നെയാണല്ലോ ഇതിൽ സൂക്ഷിക്കേണ്ടത്. അബ്ദുൾ ഹമീദാണ് ഇത്. ഈ ഒരു അവസരത്തിൽ എല്ലാ മുസ്ലിം സമൂഹത്തെയും ഒരേപോലെ നമ്മൾ കാണുന്നത് ശരിയല്ല. നമ്മൾ കണ്ട ഏറ്റവും വലിയ പ്രസിഡന്റ് ഡോക്ടർ APJ അബ്ദുൽ കലാമാണ്, അല്ലെങ്കിൽ പരംവീർ മൗലാന അബുൽ കലാം ആസാദാണ്. ഏറ്റവും വലിയ രണ്ട് കാര്യങ്ങൾ പറയാം. ഒന്ന്, ഇപ്പൊ നമ്മൾ തൊട്ട് മുൻപുണ്ടായ ഒരു വിവാദമുണ്ട്. എന്താ വെച്ചാൽ ഇത്തരത്തിൽ നിങ്ങൾ പറയുന്ന രീതിയിൽ എല്ലാ മറ്റേ ഹൈന്ദവ സമൂഹത്തെയും മറ്റെല്ലാത്തിനെയും
ഒന്നിച്ചു കൊണ്ടുപോകണമെന്ന് ആഗ്രഹിച്ച സഹോദര സ്നേഹത്തോടെ വിഷുവിന് ആശംസ അറിയിച്ചു. അത് അവർക്ക് അറിയാവുന്ന രൂപത്തിലാണ് അവരെന്ത് ചെയ്ത് വിഷു ആശംസ അറിയിച്ചത്. അതോടത് വലിയ വിവാദമായി. അല്ലല്ല, താങ്കൾ ശുദ്ധ മര്യാദ പറയുന്നേ. മന്തി വിളമ്പിക്കൊണ്ടാണോ? സ്വാഭാവികമായും അവിടെ ഒരു അവർക്ക് അറിയാത്ത മേഖലയാണ് ഇതിനും സംഭവിക്കാൻ പോകുന്നത്. സംബന്ധിച്ച പ്രധാനപ്പെട്ട ദിവസമാണ് വിഷു. ആ വിഷു ദിവസം മന്തി തിന്നുന്ന കൃഷ്ണനെ അവതരിപ്പിച്ചുകൊണ്ട് കാണിക്കുന്ന ആശംസയല്ല. അത് അപമാനിക്കലായിരുന്നില്ലേ ശ്രീ അബ്ദുൽ ഹമീദ്? വേണ്ടാത്ത പ്രവൃത്തിയാണ് അവിടെയാണ്. ശരി, അബ്ദുൽ ഹമീദ് അദ്ദേഹത്തിന് പോയിന്റ് പറയട്ടെ. അല്ലെ അനിലെ, എല്ലാവരും പറഞ്ഞാൽ ഒന്നും കേൾക്കില്ല. അതാണ് അനിൽ നിർത്തും. അനിൽ അത് പറഞ്ഞുവല്ലോ, അബ്ദുൽ ഹമീദ് പറയട്ടെ. ഒരു പോയിന്റ് പറയാം, ഒറ്റ പോയിന്റ് ഉള്ളൂ. സാറ് പറയുന്ന പോലെ എന്താ വെച്ചാൽ, ഇതെങ്ങാനും ഇവിടെ ഈ വിളക്ക് കൊളുത്തുന്ന സമയത്ത് ഈ വ്യക്തി, ഒരു മുസ്ലിമായ വ്യക്തി, ഏതെങ്കിലും രീതിയിൽ അനാദരവ് ഉണ്ടാകുന്ന രൂപത്തിൽ ഈ വിളക്ക് കൊളുത്തുകയോ അല്ലെങ്കിൽ ആ രീതിയിലോ പ്രവൃത്തി കൂടെ വന്നു കഴിഞ്ഞാൽ ഈ വിവാദത്തിന്റെ സ്വഭാവം മറ്റൊന്നായിട്ട് മാറും. ബോധപൂർവം ഇത്തരത്തിലുള്ളൊരു ചടങ്ങിനെ അലങ്കോലപ്പെടുത്താൻ, അനാദരിക്കാൻ, നിലവിലുള്ളൊരു സംസ്കാരത്തെ തട്ടിത്തെറിപ്പിക്കാൻ ഒക്കെ ചെയ്തു എന്നാണ് വരിക. നമ്മൾ അതുകൊണ്ട് തന്നെ പറയുന്നത് അബ്സ്റ്റെയിൻ ചെയ്യാൻ, മാറി നിൽക്കാനുള്ള പറഞ്ഞത് വളരെ സ്വാഗതാർഹമാണ്. ദൈവശാസ്ത്രപരമായ എതിർപ്പില്ലെന്നും സമൂഹത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമെന്ന് പേടിച്ചാണ് ചെയ്യുന്നില്ലെന്നാണ് പറയുന്നത്. ഞങ്ങൾ ഹിന്ദുക്കൾ അതിനെ സ്വാഗതം ചെയ്യുന്നതാണ്. കത്തിക്കണം, യാതൊരു പ്രശ്നവും. ദൈവശാസ്ത്രപരമായ എതിർപ്പില്ലെന്നാണ് അങ്ങ് പറഞ്ഞത്. അങ്ങ് പറഞ്ഞത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകാൻ ചാൻസ് മനസ്സിലാക്കിയ തെറ്റുണ്ട്. അങ്ങനെ മനസ്സിലാക്കിയ തെറ്റ്, കാരണം അതൊക്കെ നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞു നേരത്തെ ഇതേ ചർച്ചയിൽ. അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത്. ഒരു കാര്യം, ഇസ്ലാം എന്ന് പറയുന്നത് അടിസ്ഥാനപരമായിട്ട് ജനാധിപത്യ വിരുദ്ധവും ഈ പറയുന്ന മതേതര വിരുദ്ധവുമാണ്. അതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ ഇവിടെ കഴിഞ്ഞ ദിവസം ഹുസൈൻ സലഫി പറഞ്ഞ എന്താണ്, നിങ്ങൾ പിന്നെ വലിയ മതേതരവാദികളാണെന്ന് കാണിക്കാൻ വേണ്ടി ഇങ്ങനെ പലതും ചെയ്യുമ്പോൾ സൂക്ഷിക്കണം, യഥാർത്ഥ വിശ്വാസി അത് ചെയ്യൂല എന്നാണ് ഇവിടെ കഴിഞ്ഞ ദിവസം ഹുസൈൻ സലഫി പറഞ്ഞത്. ഇത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. ഇത് ഇവരുടെ ഉള്ളിൽ നിന്നുള്ള ഈ നീലക്കുറുക്കം കൂവുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ ഇവർക്ക് ഇതൊന്നും പറഞ്ഞിട്ടില്ല, പിന്നെ ഇന്ത്യയിൽ ജീവിക്കുമ്പോൾ തക്കിയുടെ ഭാഗമായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നു എന്നത് ഇവർ തന്നെ സമ്മതിക്കുകയാണ്. ഇത് കേൾക്കുന്ന ആളുകൾ കണ്ണു തുറന്ന് കാണുക, എങ്ങനെയാണ് ഇവിടുത്തെ ഇസ്ലാം മത വിശ്വാസികൾ, അതിന്റെ മത നേതൃത്വം എന്ന് പറഞ്ഞുകൊണ്ട് കോലം കെട്ടിയിരിക്കുന്ന ആളുകൾ ഇതിനെ കാണുന്നത് എങ്ങനെയാണ്, നിങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് ഇവിടെ തുറന്ന് കാണുക, കണ്ണു തുറന്ന് കാണുക എന്നുള്ളതാണ് എനിക്ക് പറഞ്ഞത്. ഇസ്ലാം യഥാർത്ഥത്തിൽ ഒരു മുസ്ലിമിനെ, ഇന്ത്യയെ സ്വീകരിക്കാൻ സമ്മതിക്കില്ല എന്ന് അംബേദ്കർ പറഞ്ഞതിന്റെ കാരണം കൂടിയാണ് നമ്മുടെ മുന്നിൽ ഇവിടെ. ശരി, ശ്രീ അബ്ദുൽ ഹമീദ്, താങ്കൾ പറഞ്ഞു വരുന്നത് നിലവിളക്ക് കൊളുത്തുമ്പോൾ ആ നിലവിളക്ക് കൊളുത്തുന്നയാൾ അനാദരവ് കാട്ടും, അതുകൊണ്ട് ഞങ്ങൾ ഇതിനെ എതിർക്കുന്നു, മാറി നിൽക്കണമെന്ന് പറയുന്നു എന്നാണ്. എനിക്ക് ആ പോയിന്റ്, അതിന്റെ ലോജിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. രാഹുലിന് മനസ്സിലായെന്ന് രാഹുൽ പറയുന്നുണ്ട്, എനിക്ക് പക്ഷെ അത് യോജിക്കാൻ പറ്റുന്നില്ല. ശരി, അബ്ദുൽ ഹമീദ്. ഞാൻ പറഞ്ഞു വന്നതല്ല, ഞാൻ പറഞ്ഞു വെച്ചാല് ഇവിടെ നിങ്ങളെ സംബന്ധിച്ചോളം അത് മാറി നിൽക്കലായിരിക്കും അഭികാമ്യം. കാരണം ഒരു ഭാഗത്ത് അവർക്ക് മതപരമായ വിശ്വാസ സ്വാതന്ത്ര്യമില്ലേ, അതോടൊപ്പം തന്നെ വിശ്വാസ സ്വാതന്ത്ര്യം ഇല്ലേ, ഒരു അവഹേളനമായിട്ടും നാളെ മാറാം. അവർക്ക് വിശ്വാസ സ്വാതന്ത്ര്യമില്ലേ, അവർക്ക് വിവരമില്ലാത്തൊരു കാര്യം, അതവർ ചെയ്യുമ്പോൾ സംഭവിക്കാവുന്ന ചില അപകടങ്ങളുണ്ട്. അല്ലെങ്കിൽ അത് ഒരു മൂല്യം, അതിൽ വേണ്ട എന്താ പറയാ, ബഹുമാനം, ആദരവ്, ഇതൊക്കെ അതെനിക്ക് മനസ്സിലായി. അതിലെ അദ്ദേഹം പറഞ്ഞത് നമുക്ക് പോസിറ്റീവായിട്ട് കാണാം. പോസിറ്റീവായിട്ട് കാണുമ്പോൾ ഇപ്പോൾ ചെരുപ്പൂരി വെച്ചിട്ട് വിളക്ക് കൊളുത്തുക, അതവർ ചെയ്യാതെ വരുന്നു, അങ്ങനെ ചില അനാദരവുകൾ വരുന്നു എന്നൊക്കെയാണ്. ആ രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടാമെന്നാണ് കേട്ടോ അനിൽ. അങ്ങ് ഇന്ധനം നൽകുകയല്ലേ യഥാർത്ഥത്തിൽ അബ്ദുൽ ഹമീദ് സാർ ചെയ്യുന്നത്. അറിഞ്ഞോ അറിയാതെയോ ഹിന്ദു മുസ്ലിം ഐക്യത്തിനെ അപരവൽക്കരിക്കുകയല്ലേ. ഈ നാടിനോട് ചേർന്ന് നിൽക്കുന്ന നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൽ ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്തിട്ടുള്ള സമുദായങ്ങളിലൊന്നായ മുസ്ലിം സമൂഹത്തെ അപരവൽക്കരിക്കുന്നവർക്ക് ഇന്ധനം നൽകുകയല്ലേ ചെയ്യുന്നത്. നൂറ്റാണ്ടുകളായി ഈ നാട്ടിലെ മുസ്ലിങ്ങൾ നിന്നവരെ രാഹുൽ നിർത്തു, എല്ലാവരും കൂടെ കേൾക്കില്ല. അതാണ് ശരി. അനിൽ, രാഹുലിനൊരു മറുപടി എനിക്ക് കൊടുക്കണമെന്നുണ്ട്. മതസാഹോദര്യത്തെ മതലയനമായി കാണുന്നില്ല. ശരി ശരി. അനിൽ, ഈ മാറി നിൽക്കുന്നതിനോട് യോജിക്കുന്നുണ്ടോ? ഈ കാരണങ്ങളാലാണ് മാറി നിൽക്കുന്നത് എന്ന്, കാരണം അനാദരവായി പോകും ചില ഘട്ടത്തിൽ, അതുകൊണ്ട് മാറി നിൽക്കുന്നു എന്ന് കലാപരമായിട്ട് അവതരിപ്പിച്ചു വന്നതാണ്. ഈ വിഷു ആശംസ അറിയിച്ചത് വളരെ നല്ല രീതിയിലാണ്. കൃഷ്ണനെ അപമാനിക്കാനല്ല, കൃഷ്ണനെ അഭിനന്ദിക്കാനാണ് എന്ന രീതിയിലാണ് അദ്ദേഹം പറഞ്ഞു വന്നത്. നമ്മൾ തീർത്തും പറഞ്ഞിട്ടില്ല, എന്റെ വായിൽ തിരികെ വെക്കരുത്, ഞാനത് പറഞ്ഞിട്ടില്ല. മറിച്ച് അതിനകത്തൂടെ ഉണ്ടായ അപകടത്തെ ഞാൻ ചൂണ്ടിക്കാണിച്ചത്. അപകടമാണ് പറഞ്ഞത്. അത് ഒന്നുകിൽ എന്താണ്, അവർ സാഹോദര്യത്തിന് വേണ്ടി ചെയ്തു, അല്ലെങ്കിൽ അവർക്ക് അറിയാത്ത ഒരു കാര്യം
അവർ ആ രീതിയിൽ ചെയ്തു പോയി. തെറ്റിപ്പോയി, അവർക്ക് ഇൻസെൻസിറ്റീവായി തെറ്റിപ്പോയി. അത് ഇൻസൾട്ട് ആണത്, 100% ഇൻസൾട്ട് ആണ്. ഇടപെടുമ്പോഴുള്ള അപകടങ്ങളുണ്ട്, എടുക്കുമ്പോഴുള്ള അപകടങ്ങളുണ്ട്. അദ്ദേഹം പറഞ്ഞ ഒരു വരി നമ്മൾ ശ്രദ്ധിച്ചല്ലോ. അബ്ദുൽ ഹമീദ് പറഞ്ഞ എന്താണ്? വിഷു ആശംസ മന്തി രൂപത്തിൽ ഇറക്കിയത് സാഹോദര്യത്തിന്റെ ഭാഗമായിട്ടാണെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ആ കാണിച്ച തോന്നിയവാസത്തിനെയും അദ്ദേഹം അംഗീകരിക്കുകയാണ്. ഈ കേരളത്തിലെ ഏതെങ്കിലും ഒരു മുസ്ലിം പണ്ഡിതൻ അപ്രകാരം ഹിന്ദുക്കൾക്കുണ്ടായ അപമാനത്തിനെ തെറ്റാണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ? ആരും പറഞ്ഞിട്ടില്ല. ഹിന്ദുക്കൾ ഉൾപ്പെടെയുള്ള വിഭാഗത്തെ പൂർണ്ണമായും മോശമാക്കൽ അല്ല, അദ്ദേഹം അതിന്റെ സാരാംശമായിട്ട് അദ്ദേഹം പറഞ്ഞു വന്നത് ഇതിൽ നിന്നൊക്കെ മാറി നിൽക്കുകയാണ് നല്ലത്, തെറ്റ് പറ്റുമെന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത് കേട്ടോ. അവിടെയാണ് രാഹുൽ പറഞ്ഞത് അപരവൽക്കരണം എന്തിനാണ് ഇവിടെ എന്നുള്ള ചോദ്യം. ശരി ശരി ശരി, ആരിഫ് ഹുസൈനുള്ള മറുപടി. രാഹുൽ പറഞ്ഞ അപരവൽക്കരണം വേണ്ട എന്നുള്ളതാണ്. അങ്ങയുടെ പേര് അബ്ദുൽ ഹമീദ് എന്ന പേര് പോലും ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സൈനികന്റെ പേരാണ്, പരംവീർ ചക്ര അബ്ദുൽ ഹമീദ്. അപ്പൊ യഥാർത്ഥത്തിൽ നമ്മുടെ ഇടയിൽ വിള്ളൽ ഉണ്ടാക്കാൻ നോക്കുന്നവർക്ക് ഇന്ധനം കൊടുക്കുന്ന ജോലി നമ്മുടെ മുസ്ലിം സമൂഹത്തിലെ ആൾക്കാർ ചെയ്യരുത്. രാഹുലിനുള്ള മറുപടിയാണ് ഞാൻ തരാൻ പോകുന്നത്. രാഹുൽ ഇവിടെ വെറുതെ കഷ്ടപ്പെടുകയാണ്. കാരണം ഞാൻ തുടക്കത്തിലെ പറഞ്ഞു, ഇസ്ലാം എന്താണെന്ന് പച്ചയ്ക്ക് മനസ്സിലാക്കി അതിൽ നിന്ന് ജീവിച്ചു വന്ന വ്യക്തി ആണ് ഞാൻ. അതുകൊണ്ട് തന്നെ എന്താണ് ഇസ്ലാം എന്തും ഇസ്ലാം എന്താണ് സമൂഹത്തിൽ ഉണ്ടാക്കുന്ന കുഴപ്പമൊന്നും കൃത്യമായിട്ട് ഞാൻ പറയുമ്പോൾ അത് മനസ്സിലാക്കാതെ ജിഹാദ് എന്നൊക്കെ പറയുന്നത് നന്മയാണെന്നും പറഞ്ഞ് ബാധിച്ചാണെന്ന് രാഹുലിന് ഇപ്പോഴെങ്കിലും കാര്യം മനസ്സിലാവുന്നുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ രാഹുൽ ഇത് ഏറ്റെടുക്കുക. ഈ പറയുന്ന അമീറിനെ കൊണ്ടും അല്ലെങ്കിൽ ഹമീദിനെ കൊണ്ടും അല്ലെങ്കിൽ ഇതേപോലെയുള്ള മറ്റ് മതജീവികളെ കൊണ്ട് രാഹുൽ ഈശ്വർ തിരുത്തി പറയിപ്പിക്കുക. അതിന് പറ്റുമെങ്കിൽ രാഹുൽ ഇതൊരു വെല്ലുവിളിയായിട്ട് എടുക്കുക. ഇതാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം. അവർക്ക് ഒരു മുസ്ലിമിനെ ഇസ്ലാമിന് അടിസ്ഥാനത്തിൽ ഒരു മുസ്ലിമിനെ കൊണ്ട് ഈ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തോട് കൂറ് കാണിക്കുന്ന ഏതെങ്കിലും ഒരു സാധനം, ഇപ്പൊ ഭാരത് മാതാ കി ജയ് എന്ന് പറയുന്നതായാലും വന്ദേ മാതരം എന്ന് പറയുന്നതായാലും അതൊക്കെ അവിടെ നിൽക്കട്ടെ, എന്ത് തന്നെ ആയാലും ഇതൊന്നും പാടുന്നത് എന്നാ പിന്നെ അവർ പാടട്ടെന്നേ, എന്നാ പിന്നെ അത് പാടട്ടെന്നേ, അതല്ലേ വേണ്ടത്. ഇവിടെ വലിയ അബ്ദുൽ കലാം കേൾക്ക് അതൊക്കെ ശരിയാണ്, അത് പറഞ്ഞ ആളെ കാഫിറാക്കും, അതാണ് ഇവിടുത്തെ പ്രശ്നം. അതല്ലെങ്കിൽ അബ്ദുൽ കലാമിന് എന്താ അവർ ചെയ്യുന്നത്? തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ? മയ്യത്ത് പോലും നിസ്കരിച്ചിട്ടില്ല ഇതുപോലുള്ള ആളുകൾ. അപ്പൊ നിങ്ങൾ വലിയ സംഭവമായിട്ടൊക്കെ പറയും രാഹുൽ ഈശ്വർ. പക്ഷേ യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ ആ അകക്കാമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന ആളുകൾ എന്താണോ റിഫ്ലക്ട് ചെയ്യുന്നത് അത് തന്നെയാണ്. അതൊരു മുസ്ലിമിനെ ജീവിക്കാൻ അനുവദിക്കില്ല. അത് ഇതേപോലെ ചുറ്റും ഇങ്ങനെ ഹെലികോപ്റ്റർ പാരന്റിംഗ് എന്നൊക്കെ പറയുന്ന പോലെ ഒരു ഹെലികോപ്റ്റർ ദാവാ പ്രവർത്തനം ഇങ്ങനെ നടത്തിക്കൊണ്ടേയിരിക്കും. അവൻ ഏതു നേരവും ഇങ്ങനെ താലിബാനിസത്തിലേക്ക് കൊണ്ട് നടത്തിക്കൊണ്ടിരിക്കും. അവൻ താടി മീശ വെച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ മീശ പഠിച്ചു കളയാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇതാണ് ഇവിടെ നടക്കുക, അതാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ പ്രതീകമാണ് ഇവിടെ നമ്മുടെ മുന്നിൽ ഇരിക്കുന്നത്. അപ്പൊ ഇനിയെങ്കിലും അത് മനസ്സിലാക്കുക, അതേ ഞാൻ പറയുന്നുള്ളൂ. അപ്പോൾ ഇവിടെ ഈ തരത്തിലുള്ള താലിബാനിസം, ഈ തീവ്രവാദം, ഈ ജിഹാദിസം അത് മതേതര വിരുദ്ധമായിട്ടും അതല്ലെങ്കിൽ ജനാധിപത്യ വിരുദ്ധമായിട്ടും ഇവിടെ ഇറക്കാൻ വേണ്ടി നോക്കുന്ന ആളുകളെ എങ്ങനെയെങ്കിലും ഇതേപോലെ ഒന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി നോക്കുന്ന നമ്മളുടെ പിന്നാലെ കൂടാതെ അവരെ തിരുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് രാഹുൽ ഈശ്വർ കൂടെ കൂടുന്നതെന്നാണ് ഞാൻ പറയും. ഒരു മിനിറ്റ് അതിന് പകരം ഇവിടെ അതിന് പകരം അവിടെ ഇന്തോനേഷ്യയിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ടോ സൗദി അറേബ്യയിലേക്ക് ചൂണ്ടിക്കാണിച്ചത് കൊണ്ടോ ഞാൻ പറയട്ടെ, കംപ്ലീറ്റ് ചെയ്യട്ടെ. നിങ്ങൾക്ക് അതിന് ചെയ്യുന്നതിന് പകരം സൗദി അറേബ്യയോ അതല്ലെങ്കിൽ ഈ പറയുന്ന ഇന്തോനേഷ്യയോ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇവരെ തിരുത്താൻ കഴിയില്ല. അവർ റൈറ്റ് അവേ അതിനെ റദ്ദാക്കും. കാരണം അവർ ഇവിടെ തന്നെ പറഞ്ഞു, ഇതാണോ ഞങ്ങളുടെ ഇസ്ലാം എന്നാ ചോദിക്കും. ഇവരുടെ ഇസ്ലാം ഏതാണ്? ആ ഇസ്ലാം ഈ താലിബാൻ ഫോളോ ചെയ്യുന്ന ഇസ്ലാം ഇസ്ലാം എന്ന് പറയുന്നത് അതാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, അല്ല, ഞാൻ പൂർണ്ണമായും ഫാത്തിമ തെഹ്ലിയോടൊപ്പമാണ്. പക്ഷെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ആരെയും അപരവൽക്കരിക്കുകയും അരികവൽക്കരിക്കുകയും ചെയ്യരുത്. നമ്മുടെ ഏറ്റവും അഭിമാനത്തോടെ പറയുന്ന അനിൽ വിളയിൽജിയും ഞാനും ഏറ്റവും സന്തോഷത്തോടെ വിളിക്കുന്ന ഭാരത് മാതാ കി ജയ് അസീമുള്ള ഖാൻ എന്നൊരു മുസ്ലിമിന്റെ കോൺട്രിബ്യൂഷനാണ്. നമ്മുടെ പ്രധാനമന്ത്രി ഉപയോഗിക്കുന്ന ജയ് ഹിന്ദ് ആബിദ് ഹസൻ സഫ്രാനി എന്ന നേതാജിയുടെ സുഹൃത്തായ ഒരു മുസ്ലിമിന്റെ കോൺട്രിബ്യൂഷനാണ്. നമ്മുടെ നാട്ടിൽ ദേശീയ സാംസ്കാരിക മുസ്ലിങ്ങളുടെ ധാര വളരെ വൈബ്രന്റ് ആണ്. നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിന് ഏറ്റവും കോൺട്രിബ്യൂട്ട് ചെയ്ത കമ്മ്യൂണിറ്റീസിൽ ഒന്നാണ്. അപരവൽക്കരിക്കാതെ അരികവൽക്കരിക്കാതെ നമുക്ക് ഇവർ സ്വയം അപരവൽക്കരിക്കുന്നത് നമ്മൾ എന്ത് പഠിച്ചു? ഇവരല്ലേ അതിന് വിട്ടു നിൽക്കുന്നത്. അമീർ, പക്ഷേ ഞാനിവിടെ അല്ലേ, മുഹമ്മദ് അമീർ ആദ്യം തന്നെ പറഞ്ഞിരുന്നു അദ്ദേഹം ഫാത്തിമ തഹ്ലിയ അവിടെ നിലവിളക്ക് കൊളുത്തിയതിന് എതിരല്ല, കാരണം അവരുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിൽ ഇടപെടില്ല എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അമീറിനെ തെറ്റിദ്ധരിച്ചെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ അമീർ അങ്ങനെ തന്നെയല്ലേ? അങ്ങനെ തന്നെയാണ്. അത് എല്ലാവർക്കും അവരുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിനുള്ള ഒരു അവകാശം കോൺസ്റ്റിറ്റ്യൂഷനിലായിട്ട് കിട്ടണം. രാഹുൽ ഈശ്വർ വീണ്ടും എടുത്തു പറയുന്നത് അപരവൽക്കരിക്കാൻ പാടില്ല, പിന്നെ മറ്റേ ആരെയും അരികവൽക്കരിക്കാൻ പാടില്ല എന്നുള്ളതൊക്കെ. എങ്ങനെയാണ് ഏതെങ്കിലും ഒരു മതവിശ്വാസി ഇന്ത്യയിൽ ആ മതവിശ്വാസം പൊതുവേദികളിൽ പാലിക്കുന്നത് കൊണ്ട് അത് രണ്ട് മതങ്ങൾക്കിടയിൽ എങ്ങനെയാണ് ഒരു വിടവുണ്ടാക്കുക? അതെനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവണില്ല. ഒരു മുസ്ലിം അവന്റെ മതം പൊതു ഇടങ്ങളിൽ ആചരിച്ചത് കൊണ്ട് എങ്ങനെയാണ് വ്യത്യസ്ത മതങ്ങൾക്കിടയിൽ വിടവുണ്ടാവുക? അത് ആ മുസ്ലിമിനോടുള്ള എന്തോ ഒരു പ്രിജുഡൈസ്ഡ് മൈൻഡ് അല്ലേ? ഒരു മുസ്ലിം
ഒരു പൊതുവേദിയിൽ എത്തിയാൽ അവൻ വിളക്ക് കൊളുത്തിയിരിക്കണം എന്നൊരു നിർബന്ധ ബുദ്ധി കാണുന്നവർക്ക് എന്തിനാണ്? അങ്ങനെ പൊതുവേദിയാണ്. പൊതുവേദി മതേതര വേദിയാണ്. പറഞ്ഞുതരാം. പൊതുവേദി മതവേദിയല്ല. ആരും ഒന്നും പറയുന്നില്ല. പക്ഷെ പറഞ്ഞുതരാം. വിളക്ക് കത്തിക്കരുതെന്ന് അങ്ങനെ ഒരു അനുശാസനമോ ഫത്വയോ? വിളക്ക് കത്തിക്കരുത് എന്നല്ല, അത് അങ്ങനെയല്ല അതിന് എടുക്കേണ്ടത്. മതശാസ്ത്രം എന്നൊക്കെ പിന്നെ രാഹുൽ ഈശ്വർ കേരളത്തിൽ മുസ്ലിം പക്ഷത്തിന് വേണ്ടി ഒരുപാട് ഡിബേറ്റ് നടത്തിയ ആളല്ലേ. അങ്ങനെ ഈ കാര്യം കൂടി ഒന്ന് അന്വേഷിക്കണം. ഇത് നിലവിളക്ക് എന്നുള്ളത് ഡയറക്റ്റ് നമ്മൾ എടുക്കുന്നതല്ല. വിശ്വാസം ഹനിക്കുന്ന ഏതൊരു പ്രവൃത്തിയും അതിൽ നിന്ന് വിട്ടു നിൽക്കണം. അതിൽ നിന്ന് വിട്ടുന്നേ പറ്റുള്ളൂ. കാരണം അതില് ബഹുദൈവ ആരാധനയുടെ അംശം വരുന്നുണ്ട്. നിലവിളക്കിലുള്ള അഗ്നി എന്നുള്ള ഒരു സൃഷ്ടിയാണ്. അമീർജി ഒരു സെക്കൻഡ്. അമീർജി അല്ലല്ല, ഒറ്റ കാര്യം മാത്രം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, അയ്യപ്പന്റെ സുഹൃത്തായ വാവർക്ക് വിഗ്രഹാരാധന പാടില്ലാത്തത് കൊണ്ട് അവർക്ക് ഷിർക്കാരെന്ന് വിചാരിച്ച് വിഗ്രഹം പോലും വെക്കാതെ ആദരിക്കുന്ന ഒരു നാടാണ്. കോമൺ കാര്യങ്ങളിലേക്ക് അത് ഷിർക്കാണ്, അത് ബിദ്അത്താണ്, അത് ഷിർക്കാണ് രാഹുൽ. പ്രശ്നമല്ല, അതൊക്കെ ചെയ്യേണ്ടവർക്ക് ചെയ്യാം. അത് ചോദിക്കേ, അത് അമീർ എടുക്കില്ല. അത് തള്ളിയ ആളാണ് അമീർ. ചെയ്യാതിരിക്കുന്നവർക്ക് അതിനുള്ള അവകാശം കൂടി വകവെച്ച് കൊടുക്കണം. അതും കൂടി നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇത് തെറ്റിദ്ധരിപ്പിക്കലുണ്ട് കേട്ടോ. അതല്ല, അത് ഇത്രയേ ഉള്ളൂ. അത് അല്ല, ലളിതമായിട്ട് പറഞ്ഞാൽ ഈ മതവിശ്വാസം പാലിക്കുന്നവരെ വിമർശിക്കരുത് എന്നുള്ളതാണ്. അതാണ് ആരിഫ് പറഞ്ഞത്, അമീർ പറഞ്ഞത്. വിമർശിക്കാം, പക്ഷേ അറ്റാക്ക് ആക്രമിക്കരുത് എന്നുള്ളതാണ്. ഇത് സംഘികൾക്ക് ബാധകമാണ്. വിശ്വാസം അറ്റാക്ക് ചെയ്യരുത്. അതെ, ഈ പറയുന്ന സംഗതി സംഘികൾക്ക് ബാധകമാണോ? അതാണ് എനിക്ക് അറിയേണ്ടത്. ഇനി അപ്പൊ നിങ്ങൾ ചെയ്ത് വിമർശിക്കാൻ പാടില്ല. ഇത് സംഘികൾ ചെയ്ത് വിമർശിക്കാൻ പാടുണ്ടോ? മഞ്ജുഷും രാഹുലും കേൾക്കണം. എങ്ങനെയാണ് ഫണ്ടമെന്റലിസം നമ്മൾ ഡിഫൈൻ ചെയ്യാൻ? റിലീജിയസ് ഫണ്ടമെന്റലിസം. ഒരാൾ സ്വന്തം മതവിശ്വാസം ആചരിച്ചുകൊണ്ട് അയാൾ ഫണ്ടമെന്റലിസ്റ്റ് ആവൂല. അയാൾ മറ്റൊരാളുടെ മേലെ എന്തെങ്കിലും കമ്പൾഷൻ ചെലുത്തിയാൽ അത് ഫണ്ടമെന്റലിസം. നിങ്ങളല്ലേ തഹ്ലിയയോട് വിളക്ക് കത്തിക്കരുതെന്ന് പറയുന്നത്? ഇതൊരു ഭീഷണിപ്പെടുത്തലല്ലേ ശ്രീ അമീർ? ഹമീദ് ആയിരിക്കും കുറച്ചുകൂടി. ഹമീദ്, ഇതൊരു ഭീഷണിപ്പെടുത്തലിന്റെ രൂപത്തിലല്ലേ? ഇനി ആരെങ്കിലും ചെയ്താൽ ആ ഭീഷണിയുടെ അളവ് കൂടും. അതുകൊണ്ട് അവർ സമ്മർദ്ദത്തിലാവും. അതല്ലേ ശരിക്കും ശ്രീ അബ്ദുൽ ഹബീബ് സംഭവിക്കുന്നത്? നിങ്ങളല്ലേ തഹ്ലിയെ ഭീഷണിപ്പെടുത്തുന്നത്? മതത്തിന്റെ ഒരു നിലപാടാണ് ഈ പറഞ്ഞത്. അത് ഭീഷണിയാണ്. അതൊരാൾ മനസ്സിലാക്കാൻ എല്ലാ മുസ്ലിംകൾക്കും വേണ്ടി പറയുന്നു. ഇതെന്തായി കാണുന്നത്? ഇത് സമസ്ത പറഞ്ഞ സാധനല്ലേ? എന്തായി കാണുന്നത്? അനിസ്ലാമിക ആചാരങ്ങൾ വർജിക്കണം എന്ന് പറയുമ്പോ ഇതൊരു ഭീഷണി തന്നെയല്ലേ? ഇത് അനിസ്ലാമികമാണെന്ന് നിങ്ങൾ അവിടെ പ്രഖ്യാപിക്കല്ലേ ചെയ്യുന്നത്? അതല്ല, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകേണ്ട സാഹചര്യം പോലും വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകേണ്ട സാഹചര്യം പോലും വരുമെന്ന് പറയുന്നു. വിശ്വാസ സ്വാതന്ത്ര്യം തഹ്ലിയക്കില്ലേ? ഇസ്ലാമിക കാര്യങ്ങൾ വർജിക്കണം എന്ന് പറഞ്ഞാൽ തെറ്റുണ്ടോ? മുസ്ലിം ഇത് തഹ്ലിയോട് വർജിക്കണം എന്നാ പറയുന്നത്. ചെയ്തത് ശരിയായില്ല എന്നാ പറയുന്നത്. ഈ തഹ്ലിയോട് തന്നെയല്ലേ പറഞ്ഞത്? ആ സംഗതിയെ തിരുത്തിക്കൊണ്ടാണ് സമസ്ത ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സമസ്ത പറഞ്ഞിരിക്കുന്നു, ഹുസൈൻ സലഫി പറഞ്ഞിരിക്കുന്നു. പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ കേട്ടിട്ടില്ലേ? ഒരു കാര്യം മഞ്ജുഷ്, ഒറ്റ കാര്യം. അതായത് ഇവിടെ പറയുന്നത് കേട്ടു, പൊതു ഇടങ്ങളിൽ ഇങ്ങനെ ചെയ്യുന്നതിൽ മുസ്ലിമിന് വിട്ട്. പൊതു ഇടം എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ അത് ഡിഫൈൻ ചെയ്യണം. പൊതു ഇടം എന്ന് പറഞ്ഞാൽ അത് മതേതര ഇടമാണ്. അവിടെ ഒരു മതത്തിനും പ്രാതിനിധ്യം പാടില്ല. അവിടെ റിബൺ കട്ട് ചെയ്യുന്ന സ്ഥലം, അത് വിളക്ക് കത്തിക്കുന്നതായാലും ശരി, അത് മതേതരമായ ഒരു സംഗതി. സമയം കഴിഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ ഇടപെടുകയാണ്. ആരിഫ് ഹുസൈൻ ചർച്ച അവസാനിപ്പിക്കുകയാണ്. സമയം ഇപ്പോൾ തന്നെ കഴിഞ്ഞു. നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: ഫാത്തിമ തഹ്ലിയ നിലവിളക്ക് കൊളുത്തിയതിന് ഇസ്ലാം മത സംഘടനകൾ വിവാദമാക്കേണ്ടതുണ്ടോ? വിവാദമാക്കേണ്ടതുണ്ടെന്ന് 20% മാത്രം, വിവാദമാക്കേണ്ട കാര്യമില്ലെന്ന് 77%. വേണ്ടിവരെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.